പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഈ ഗോസ്പൽ DVUP എന്ന ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് പാസ്റ്റർ ഷാജി ജോസഫാണ്. അദ്ദേഹത്തിന്റെ ദൈവിക രാജ്യവും പൈശാചിക രാജ്യവും അതിന്റെ ഘടനയും പ്രവർത്തനങ്ങളും എന്ന ടോപ്പിക്കാണ് നമ്മുടെ ഇന്നത്തെ അതിന്റെ 3-ാമത്തെ പാർട്ടാണ്. ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് പാസ്റ്ററെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സിസ്റ്ററെ, താങ്ക് യു. ഈ ശുശ്രൂഷയിൽ ട്യൂൺ ചെയ്യുന്ന എല്ലാവർക്കുമായി ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് സമർപ്പിച്ച് നമുക്ക് ആരംഭിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഏറ്റവും ശ്രേഷ്ഠകരമായ അങ്ങയുടെ ചിന്തയിലേക്ക് അങ്ങ് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. ക്രിസ്തയേശുവിലൂടെ അങ്ങുമായി ഒന്നായി അങ്ങേ ഞങ്ങളിലും ഞങ്ങളിലൂടെ ഭൂമിയിലും വെളിപ്പെടുത്തുവാൻ അങ്ങ് തന്നിരിക്കുന്ന ഈ സാഹചര്യത്തിനായി, വിശ്വാസത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. പ്രിയ നല്ല പിതാവേ, അങ്ങയുടെ ചിന്തകൾ ആ സിരീസ് ഞങ്ങൾ അറിഞ്ഞ് അതിൽ ജീവിച്ച് അത് വെളിപ്പെടുത്തുവാൻ ഇതാ ഞങ്ങളെ അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. വരം ലഭിച്ചവർക്ക് മാത്രം കൊടുക്കുന്ന ഈ മന്ന അങ്ങ് ആർക്കെല്ലാം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അവരെല്ലാം ഈ ശബ്ദ കാഴ്ചകളിൽ എത്തിച്ചേരുവാനും അവരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടുവാനും അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അവരെ തിരിച്ചറിയുവാനും അവരെ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തു നാമത്തിൽ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതിനായി അങ്ങ് ഉപയോഗിക്കുന്ന ഈ മാധ്യമത്തെ പുറകിൽ പ്രവർത്തിക്കുന്ന ദാസനെയും ദാസി ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഗോസ്പൽ TV ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ ചിന്തകൾ റിലീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്നെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞാൻ അങ്ങയുടേത് മാത്രമല്ല ഉപയോഗിച്ചാട്ട് അങ്ങയുടെ തിരികത പ്രകാരം അങ്ങയുടെ ആത്മാവാൽ ഞങ്ങളെ മൂടി അങ്ങയുടെ വഴികളിൽ ഞങ്ങളെ നയിച്ചാട്ടെ, നടത്തിയാട്ടെ. സകല മാനവും മഹത്വം പിതാവേ ഞങ്ങൾ അങ്ങേക്ക് തരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗ്ലോറി ടു ഗോഡ്. ദൈവം അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ദൈവത്തിന്റെ തിരുവചനവുമായുള്ള ബന്ധത്തിൽ പരസ്പരം കാണുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന ഈ സാവകാശത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ നാം ഈ സീരീസിൽ നാം ഇപ്പോൾ മനസ്സിലാക്കുന്ന, നാം കേൾക്കുന്ന 3-ാമത്തെ പാർട്ടാണിത്. ദൈവരാജ്യവും പൈശാചിക രാജ്യവും മനുഷ്യനിൽ, അതിന്റെ ഘടനയും പ്രവർത്തനവും. ഇതാ വളരെ മനസ്സിലാക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. എന്നാൽ ഇത് വളരെ 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 കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇത് നാം തിരിച്ചറിയണം. പിതാവിനെ കുറിച്ച് അറിയണം, പുത്രനെ കുറിച്ച് അറിയണം. എങ്ങനെയാണ് പിതാവ് പുത്രനിൽ പ്രവർത്തിക്കുന്നതെന്ന് അറിയണം. എങ്ങനെയാണ് ആദത്തിലുള്ളവരിൽ പിതാവ് പ്രവർത്തിക്കുന്നതെന്ന് അറിയണം. എങ്ങനെയാണ് ക്രിസ്തുവിലുള്ളവരിൽ പിതാവ് പ്രവർത്തിക്കുന്നതെന്ന് അറിയണം. എത്രത്തോളം ഈ അറിവ് വർദ്ധിക്കുന്നു അത്രത്തോളം നമുക്ക് നിത്യജീവിൽ വർദ്ധിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ വേണോ, എങ്ങനെയൊന്നും വേണോ, നിങ്ങൾ സ്തുതിച്ചാൽ പോരെ, ഹാലേലിയ പറഞ്ഞാൽ പോരെ, പ്രൈസിലോട് പറഞ്ഞാൽ പോരെ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കാം. പക്ഷെ അങ്ങനെയൊന്നല്ല ബൈബിള് പറയുന്നത്. ബൈബിള് പറയുന്നത് എങ്ങനെയാണ്? യേശുക്രിസ്തു ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി, എന്റെ കർത്താവ്, പറയുന്നത് എങ്ങനെയാണ്? മനുഷ്യരെ നോക്കിയല്ല പറയുന്നത്, പിതാവിനെ നോക്കി പറയുകയാണ്. മനുഷ്യരെ കേൾക്കാൻ വേണ്ടിയും കൂടിയാണ്. ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങ് അയച്ച എന്നെയും, ഞാനല്ല കേട്ടോ, ക്രിസ്തുവേയും അറിയുന്നതാണ് നിത്യജീവൻ. കേട്ടോ? അപ്പൊ ഈ അറിവിൽ വർദ്ധിക്കണം. ഈ അറിവ് വർദ്ധിച്ച് കറക്റ്റായിട്ട് ഈ അറിവ് തിരിച്ചറിയണം. അല്ലാണ്ട് നമ്മൾ ചിന്തിക്കുന്നത് പോലെ 4-ാം നൂറ്റാണ്ടിൽ കടന്നു വന്ന ത്രിയേക ദൈവമൊന്നുമല്ല യേശു ക്രിസ്തു പറയുന്നത്. ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങ് അയച്ചിട്ടുള്ള എന്നെയും. അപ്പോ യേശു ഒരിക്കലും നുണ പറയില്ല എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ പ്രവർത്തിക്കാൻ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവൊക്കെ ബൈബിളിലെ സത്യമായ കാര്യമാണ്. അത് ആ പ്രവർത്തനത്തിന്റെ രീതി ദൈവപുത്രനായ ക്രിസ്തുവില് പിതാവ് പ്രവർത്തിക്കുന്നത് തന്റെ ആത്മാവിലൂടെയാണ്. ക്രിസ്തുവിലേക്ക് വരുമ്പോൾ, ദൈവപുത്രനിലേക്ക് വരുമ്പോൾ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും
പിതാവ് പുത്രനിൽ തന്റെ ആത്മാവിയുടെ ഐക്യതയോടെ പ്രവർത്തിക്കുന്നു. അത് സ്വർഗസ്ഥ പിതാവിലല്ല. സ്വർഗസ്ഥ പിതാവ് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്തു. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം, അതിലേക്കല്ല ഈ ക്ലാസ് പോകുന്നത്. ഈ പറഞ്ഞതിന്റെ അർത്ഥം കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലായാൽ അത് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സ്കൂട്ടർ ഉണ്ടാക്കണം, അതിന് ചിലപ്പോ ഒരു 650 പാർട്സ് ഉണ്ടാകും. ഈ 650 പാർട്സുകൾ നെട്ടും ബോൾട്ടും എല്ലാം കൂടി കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്താലല്ലേ സ്കൂട്ടർ ആവുള്ളൂ. ഇതേപോലെ തന്നെയാണ് നമ്മൾ ദൈവപുത്രന്മാരായി വെളിപ്പെടണമെങ്കിൽ ക്രിസ്തുവിൽ ദൈവത്തിന്റെ ഈ ചിന്തകൾ കറക്റ്റായിട്ട് ഫിറ്റ് ആകണം നമ്മൾ. അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. ചുമ്മാ ഒരു മതസംവിധാനം എന്ന് പറഞ്ഞ് പോകാതെ ഇത് വർക്ക് ചെയ്യത്തില്ല. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ആദ്യം തന്നെ അതിലേക്ക് എല്ലാ വ്യക്തിത്വങ്ങളെയും, ജാതിയോ മതമോ സംഘടനയോ ഗ്രൂപ്പ് ഒന്നും ഇവിടെ എന്നിലൂടെ ദൈവം പറയാറില്ല. പകരം വിശുദ്ധ ബൈബിളിലെ വചനങ്ങളാണ് പറയുന്നത്. അതിന് വിപരീതമായ എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ചൂണ്ടിക്കാണിക്കുക, എന്നെ കറക്റ്റ് ചെയ്യാം. കാരണം എനിക്കറിയാം ഞാൻ തികഞ്ഞവനല്ല എന്ന്. എന്റെ ക്രിസ്തുവാണ് തികഞ്ഞവൻ. അപ്പോ എന്നെ കറക്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ചർച്ച അങ്ങനെയല്ലല്ലോ പറഞ്ഞ, ഞങ്ങളുടെ അച്ഛൻ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞെന്ന് എന്നോട് പറയരുത്. പകരം ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത് പറയണം. മനസ്സിലായോ? അത് ഞാൻ ഏറ്റെടുക്കും, ഞാൻ വിശ്വസിക്കും. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് പിതാവിനെ കുറിച്ച് അറിയണം. പിതാവ് എങ്ങനെയാണ് പുത്രനായ ക്രിസ്തുവിൽ പ്രവർത്തിക്കുന്നതെന്ന് അറിയണം. പിതാവ് ഏകനാണ്, എന്നാൽ ക്രിസ്തുവിൽ പ്രവർത്തിക്കുന്നത് ത്രിയേകമായിട്ടാണ്. ബൈബിൾ ത്രിയേകമെന്നൊന്നും പറയുന്നില്ല. ബൈബിൾ പറയുന്നത് ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ എന്നാണ്. തന്റെ പുത്രനായ ക്രിസ്തുവിൽ ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ. ഇതാണ് കൊളോസ്യൻ 2:9 പറയുന്നത്. ഗോഡ് ഹെഡ് മുഴുവൻ സമ്പൂർണമായി ക്രിസ്തുവിലാണ് വസിക്കുന്നത്. അത് ഗോഡ് ഹെഡ്, ദൈവം തലയായി, ക്രിസ്തു ശരീരമായി, തന്റെ പിതാവിന്റെ ആത്മാവിനാൽ ക്രിസ്തു ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നതിനെയാണ് ഈ പറയുന്നത്. പിതാവ് പുത്രനിൽ പരിശുദ്ധാത്മാവിൽ പ്രവർത്തിക്കുന്നു, പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ ഏകീകൃത പ്രവർത്തനം ക്രിസ്തുവിൽ. അതേപോലെ ആയി തീരണം ഞാനും നിങ്ങളും. അപ്പൊ നമ്മളിലും അതേ ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ത്രിയേക പ്രവർത്തനം ഉണ്ടാകും. അല്ല, സ്വർഗസ്ഥ പിതാവ് ത്രിയേകനൊന്നുമല്ല. സ്വർഗസ്ഥ പിതാവ് വിശുദ്ധ ബൈബിൾ യേശു പറയുന്നു ഏക സത്യദൈവമായ അങ്ങേയും. ഒരിക്കലും യേശുവിനെ നുണയനാക്കാൻ എനിക്ക് പറ്റില്ല. ക്ലൗറിറ്റക്കാർ. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ദൈവരാജ്യവും പൈശാചിക രാജ്യവും എങ്ങനെ മനുഷ്യരാജ്യത്തിൽ പ്രവർത്തിക്കുന്നു എന്നതാണ്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കാതെ നമുക്കത് മനസ്സിലാകത്തുമില്ല. ഏത് ഈ ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ, ത്രിയേക പ്രവർത്തനം മനസ്സിലാക്കുമ്പോഴാണ് ഘടനയും കാര്യങ്ങളും ഒക്കെ പ്രവർത്തനം മനസ്സിലാകുക. അപ്പൊ ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നതും മനസ്സിലാക്കാൻ പോകുന്നതും ഘടനയാണ്. ഘടനയും അതിന്റെ പ്രവർത്തനവും. അതിന്റെ ഇൻട്രൊഡക്ഷനെ കേൾക്കത്തുള്ളൂ. കാരണം ഒറ്റയടിക്ക് അതിന്റെ ഡീപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഇത്തിരി പാടാണ്. അപ്പോ കഴിഞ്ഞ 2 സന്ദേശങ്ങൾ നമ്മൾ എന്താ പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ 2 സന്ദേശങ്ങളിൽ നാം പഠിച്ചത്, ഒന്ന്, നമുക്ക് ആകപ്പാടെ അറിയാവുന്നത് മനുഷ്യരാജ്യത്തെ കുറിച്ചാണ്. ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ, USA അല്ലെ, അങ്ങനെയൊക്കെ രാജ്യങ്ങൾ അറിയത്തുള്ളൂ. സത്യമാണ്, മനുഷ്യരാജ്യങ്ങളുണ്ട്. അതെല്ലാം കാണുന്നതാണ്, താൽക്കാലികവുമാണ്. പിന്നെ കാണാത്ത രാജ്യങ്ങളുണ്ട്. ആ കാണാത്ത രാജ്യങ്ങൾ ആത്മമണ്ഡലത്തിലാണ്. അതിനെ തന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതൊന്ന് പൈശാചിക രാജ്യമാണ്, മറ്റൊന്ന് ദൈവരാജ്യമാണ്. അപ്പോ ഇതെല്ലാം വിശുദ്ധ ബൈബിളിലുണ്ട്. അപ്പൊ ഈ 3 രാജ്യങ്ങളെ കുറിച്ചായിരുന്നു ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞത്. ഒന്ന്, നമുക്കറിയാവുന്ന മനുഷ്യരാജ്യം. 2, പൈശാചിക രാജ്യം. 3, ദൈവരാജ്യം. എല്ലാം ബൈബിളിലെ വചനം കോട്ട് ചെയ്തിട്ടാണ് നിങ്ങളോട് പറയാനായിട്ട് ഇടയായത്. അപ്പോ ഇനി അതിനുശേഷം നമ്മൾ പഠിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ മനുഷ്യരാജ്യം മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ബാക്കി 2 രാജ്യം അദൃശ്യമാണ്. അവിടെയുള്ള എല്ലാ ബീയിങ്സും അല്ലെങ്കിൽ ജീവികളും അദൃശ്യ ജീവികളാണ്, ആത്മജീവികളാണ്, കാണാൻ പറ്റത്തില്ല. അത് ആത്മമണ്ഡലമാണ്. പിശാചിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ദൈവത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈവൻ ദൈവപുത്രനെ നമ്മൾ കണ്ടത് എപ്പോഴാണ്? നമ്മളാരും കണ്ടില്ല. എന്നാലും ഭൂമി 2000 വർഷം മുമ്പ് വന്നപ്പോൾ കണ്ടത് ജഡം ധരിച്ചപ്പോഴാണ്, വചനം മാംസമായപ്പോഴാണ് കണ്ടത്, അല്ലെ? അപ്പൊ അതെല്ലാം അദൃശ്യമാണ്. ഇത് നമ്മൾ പഠിക്കാനായിട്ട് ഇടയായി. ഇനി കഴിഞ്ഞ സന്ദേശത്ത് നാം മനസ്സിലാക്കിയത്, ഇതൊന്നും മനുഷ്യനെ അറിയത്തില്ല. അതിന്റെ കാരണം മനുഷ്യൻ കുരുടനാണ്. ശരീരത്തിലും കുരുടനല്ല. അവന്റെ മുമ്പിലുള്ള സ്ഥലം കാണാം, ടേബിള് കാണാം, പേന കാണാം, പെൻസില് കാണാം. അവൻ കേരളത്തിലാണെന്നോ UP-യിലാണെന്നോ ഒക്കെ അവന് കാണാം, ഇല്ലേ? അവൻ ഏത് രാജ്യക്കാരനാണെന്നൊക്കെ അവന് കണ്ണു നോക്കി അവന് കാണാൻ പറ്റും. പക്ഷേ അവന്റെ സോളിൽ അവൻ കുരുടനാണ്. അവന്റെ അകത്തളത്തിൽ അവൻ കുരുടനാണ്.
ഇതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത് കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കണം. ഇനി അടുത്ത കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത് കുരുടൻ മാത്രമല്ല, അവൻ ഇരിക്കുന്ന ഇരുട്ടത്താണ്. പ്രശ്നം ഗുരുതരമാണ്. അപ്പൊ കുരുടനാണെങ്കിൽ എങ്ങനെയെങ്കിലും കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ കാര്യം നടക്കും. പക്ഷേ ഇതിപ്പോ കുരുടന് കാഴ്ച കിട്ടിയാലും കാര്യമില്ല, കാരണം അവൻ ഇരിക്കുന്ന ഇരുട്ടത്താ. സെബുലൂൺ ദേശവും നഫ്താലി ദേശവും കഫർന്നഹൂമിലെ എല്ലാ മേഖലയും അങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനത്തിന് വലിയൊരു പ്രകാശം ഉദിച്ചു എന്നാണ് പറയുന്നത് യേശുവിന്റെ പ്രസംഗം തുടങ്ങിയപ്പോ. അപ്പോ മൊത്തം ജനം ഇരുട്ടില്ല. ഇതാണ് കഴിഞ്ഞ സന്ദേശത്തിൽ നാം പഠിച്ചത്. അപ്പോ ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് അവർക്ക് പ്രകാശം ഉദിച്ചത് എപ്പോഴാണെന്ന് ഒന്ന് തൊട്ടിട്ട് നമുക്ക് ഈ മനുഷ്യൻ 3 ലോകത്തും ഉണ്ടെന്ന് നാം പഠിക്കാൻ പോവാ. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിലും ഉണ്ട്, പൈശാചിക രാജ്യത്തിലും ഉണ്ട്, മനുഷ്യരാജ്യത്തിലും ഉണ്ട്. അപ്പൊ ഈ അറിവ് എല്ലാവർക്കും ഇല്ല. ഇത് നമ്മൾ അറിയണം. കാരണം മനുഷ്യനെ സൃഷ്ടിച്ചത് അദൃശ്യനായ ദൈവത്തിന്, ആത്മാവാകുന്ന ദൈവത്തിന് ദൃശ്യമായ ഭൂമിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. ദൃശ്യമായ ഭൂമിയുടെ കെയർ ടേക്കിംഗ് ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ മനസ്സിലാക്കിക്കോളണം, ഇത് മനുഷ്യൻ മനസ്സിലാക്കുമ്പോഴാണ് മനുഷ്യന് വെളിച്ചം വരുന്നത്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇത് ഒരു മനുഷ്യൻ മനസ്സിലാക്കുമ്പോഴാണ് അവന് വെളിച്ചം വരുന്നത്. കഴിഞ്ഞ സന്ദേശം നിർത്തിയ ഭാഗത്ത് നമുക്ക് തുടങ്ങാം കേട്ടോ. അവിടെ നമ്മൾ വായിക്കാനായിട്ട് ഇടയായല്ലോ, എങ്ങനെയാണ് ഈ ജനത്തിന് വെളിച്ചം വന്നത്, എന്ത് ചെയ്തപ്പോഴാണ് വെളിച്ചം വന്നത്. നമുക്ക് അവിടെ കാണാം, യേശു തന്റെ പ്രസംഗം തുടങ്ങിയപ്പോ വെളിച്ചം വന്നു. അതിനു മുമ്പ് യേശു അവിടെ 30 വർഷം ജീവിച്ചിട്ട് അവർക്ക് ആർക്കും വെളിച്ചമില്ല. ശ്രദ്ധിച്ചു കേൾക്കണം. പക്ഷെ യേശുവിന്റെ പ്രസംഗം തുടങ്ങി അവർക്ക് വെളിച്ചം വന്നു. എന്റെ അർത്ഥം, ആ പ്രസംഗമാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ പർപ്പസ്. അതുവരെ എന്തിനാണ് ജീവിക്കുന്നത് അറിയാതെ മനുഷ്യൻ ജീവിക്കുകയാണ്. അവൻ തിന്ന് മരിക്കുന്നു. കൺസ്യൂമറായി അവൻ അവസാനിക്കുന്നു. അവൻ കോൺട്രിബ്യൂട്ടർ അല്ല. നമ്മുടെ നാട്ടിലൊക്കെ നോക്കിയാൽ കൺസ്യൂമർ സ്റ്റോർ ധാരാളം കാണാം അല്ലെ. കൈ പതിപ്പിച്ച്, റേഷൻ കാർഡ് പതിപ്പിച്ച് നമ്മൾ അരി കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം, കൺസ്യൂം ചെയ്യാണ്. പക്ഷെ ദൈവരാജ്യക്കാരൻ അവൻ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. മനുഷ്യനെ വെളിച്ചമില്ല. അപ്പോ ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആരംഭിക്കാം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 13, 14, 15 ഒന്ന് വായിച്ചോളൂ സിസ്റ്ററെ. Lord, I love you, give you glory. മത്തായി സുവിശേഷം 14-ാം അധ്യായമില്ലേ? അല്ല, മത്തായി സുവിശേഷം ഞാൻ പറഞ്ഞു തെറ്റിപ്പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 4-ാം അധ്യായം 13, 14, 15 ഇരുട്ടിലിരിക്കുന്നവർക്ക് വലിയൊരു വെളിച്ചം കണ്ടു എന്നുള്ളതാണ്. വായിച്ചോളൂ. നസറേത്ത് വിട്ട് സെബൂലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർന്നഹൂമിൽ ചെന്ന് പാർത്തു. സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. ഇരുട്ടിലിരിക്കുന്ന ജനം. നമ്മുടെ ദൈവത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ സന്ദേശത്തിൽ കേട്ടു, ദൈവം വെളിച്ചത്തിൽ വസിക്കുന്നു. അതുപോലെ നിങ്ങളും വെളിച്ചത്തിൽ നടക്കുവിൻ എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. പക്ഷെ ഇവിടെ ജനം എന്താ സംഭവിച്ചത്? ഇരുട്ടിലിരിക്കുകയാണ്. ഇരുട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയില് പോർക്കട്ടിലിരിക്കുക എന്നല്ല, സ്പിരിച്വലി അവർക്ക് അറിയില്ല അവരെന്തിനാണ്. സഹോദരി ഒന്ന് ചോദിച്ചോട്ടെ, കുഞ്ഞെ നിനക്കറിയോ നീ എന്തിനാണെന്ന്? എന്റെ കണ്ണെന്തിനാന്നറിയാം, കാണാൻ. മൂക്ക് എന്തിനാന്നറിയാം, ശ്വസിക്കാൻ. ചെവി എന്തിനാന്നറിയാം,
കേൾക്കാൻ. കാലെന്തിനാന്നറിയാം? നടക്കാൻ. കൈ എന്തിനാന്നറിയാം? പ്രവർത്തിക്കാൻ. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും അറിയാം. മൊബൈൽ എന്തിനാന്നറിയാം, വാച്ച് എന്തിനാന്നറിയാം. പക്ഷേ ഈ മൂക്കും ഈ കണ്ണും ഈ ചെവിയും ഈ വായും ഈ കൈയും കാലും എല്ലാം കൂടി ചേർന്ന പ്രിയ മകനെ പ്രിയ മകനെ നീ എന്തിനാ? തിന്നാൻ വേണ്ടിയല്ലേ പിന്നെ ബ്രദറെ ജീവിക്കണേ? അപ്പൊ നല്ലൊരു പലതും ഉത്തരം തിന്നാൻ വേണ്ടി ജീവിക്കുന്നു എന്നുള്ളതാണ്. എന്തിനാ ജീവിതം അറിഞ്ഞൂടാ? അവർ ഇരുട്ടില്ല. അങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനത്തിന് യേശു ക്രിസ്തുവിന്റെ വാ തുറന്ന് പിതാവ് തന്ന സന്ദേശം പറയാൻ തുടങ്ങിയതോടുകൂടെ അവർക്ക് വെളിച്ചം ഒതുക്കി. അതായത് മനുഷ്യ ജീവിതത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ദൈവത്തെ ഈ ഭൂമിയിലേക്ക് വെളിപ്പെടുത്തുക എന്നുള്ളത്. ദൈവത്തിന്റെ ചിന്തകളെ, ദൈവത്തിന്റെ ഇഷ്ടത്തെ വെളിപ്പെടുത്തുക, സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരിക. ഇതാണ് യേശുക്രിസ്തുവിന്റെ പ്രസംഗം. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ നീ മാനസാന്തരപ്പെട്ട് ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുക. സ്വർഗത്തിലെ ദൈവത്തിന്റെ ചിന്തകളെ നമ്മിലൂടെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തും. അതാണ് അതിന്റെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അതിന്റെ 17-ാം വാക്യം എഴുതിയിരിക്കുകയാണ്. എങ്ങനെ വെളിച്ചം കിട്ടിയത്? എങ്ങനെയാ? അപ്പൊ എഴുതിയിരിക്കുക, അന്ന് മുതൽ യേശു 30 വർഷം അവിടെ ജീവിച്ചിട്ട് അവിടെ ആർക്കും വെളിച്ചമില്ല. 30-ാമത്തെ വർഷം തന്റെ പ്രസംഗം തുടങ്ങിയതോടുകൂടെ ജനത്തിന് വെളിച്ചമായി. അന്ന് മുതൽ യേശു, അതിന്റെ 17-ാം വാക്യം വായിച്ചു. അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. മനസ്സിലായോ? ജനത്തിന് വെളിച്ചം കിട്ടാൻ കാരണം അന്ന് മുതലാണ് പിതാവ് തന്നെ ഏൽപ്പിച്ച സന്ദേശം പ്രസംഗം തുടങ്ങിയത്. അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടും എന്ന് പ്രസംഗിച്ച് തുടങ്ങി. ഈ സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം, ദൈവത്തിന്റെ ചിന്തകൾ സ്വർഗത്തിൽ എന്നതുപോലെ ഭൂമിയിലും കൊണ്ടുവരേണ്ടവരാണ് നമ്മൾ. ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് പറയുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നതുകൊണ്ട് നിന്റെ വേലിയെല്ലാം പൊളിച്ചു കളയുമെന്നല്ല പറഞ്ഞത്. വീടിന്റെ നിന്നെ മതിലിടിച്ച് കളയൂന്നല്ല പറഞ്ഞത്. അതായത് നിന്റെ വീടിന്റെ പുറത്ത്, ശരീരത്തിന്റെ പുറത്തുള്ള മതിലും വേലിയും ഒന്നും നീ ഇടിക്കണ്ട. നിന്റെ ഉള്ളിലെ മതിൽ നീ ഇടിച്ചു കളയണം. നീ മനസ്സിന് അന്തരം വരുത്തണം. ദൈവത്തിന് നിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിൽ കെട്ടപ്പെട്ടിരിക്കുന്ന കോട്ടയെ ഇടിച്ചു കളയണം. ഇതാണ് മനസ്സിന് അന്തരം പറ്റുക എന്ന് പറയുന്നത്. ടേൺ അറൗണ്ട്, മെറ്റനായോ, ടേൺ അറൗണ്ട്. വ്യത്യസ്തമായി ചിന്തിക്കണം. ഇതുവരെ നീ സ്വയകേന്ദ്രീകൃത ജീവിതത്തിൽ പോയെങ്കിൽ ഇനി സ്വകേന്ദ്രീകൃത ജീവിതത്തിലല്ല, ദൈവ കേന്ദ്രീകൃത ജീവിതത്തിലേക്ക് മൂവ് ചെയ്യണം. ഇതുവരെ നീ സ്വന്തം രാജ്യത്തിലായിരുന്നുവെങ്കിൽ ഇനി സ്വന്തം രാജ്യമല്ല, ദൈവരാജ്യത്തിലേക്ക് മൂവ് ചെയ്യണം. ഇതല്ലേ മോളെ നമ്മളെ കുറിച്ചുള്ള പർപ്പസ്. കുഞ്ഞെ, ദേവദാസനെ അറിഞ്ഞിരുന്നോ? അല്ലാതെ ആരാധനാ കൊതിയനായ പിശാചിനെ പോലെ നമ്മുടെ കുറെ സ്തുതിയും പുകഴ്ചയും വാങ്ങി നമ്മളെ അതിനു വേണ്ടിയാണ് ഒരുക്കിയിരിക്കുന്നത്. ബൈബിളിൽ എങ്ങുമില്ല. സൃഷ്ടാവിനെ എല്ലാവരും സ്തുതിക്കണം, ബഹുമാനിക്കണം. സൃഷ്ടാവ് അതിന് അർഹനാണ്. പകരം നമ്മളെ സൃഷ്ടിച്ചാക്കിയത് സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരാനാണ്. തെളിവുണ്ടോ നിങ്ങൾ ചോദിക്കുമല്ലേ? യേശു കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന എന്താ? ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. അപ്പൊ യേശു ക്രിസ്തു കുറച്ച് അന്യഭാഷ ആദ്യം പറഞ്ഞു. എന്നിട്ട് കുറെ പുട്ടേന്ന് എന്തൊക്കെയോ പറഞ്ഞെന്ന് കൈയൊക്കെ അടിച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ അനുഗ്രഹിക്കണേ, അവരെ അനുഗ്രഹിക്കണേ, ഇവരെ അനുഗ്രഹിക്കണേ, അല്ലെങ്കിൽ എനിക്കത് വേണേ, എനിക്കിത് വേണേ, എനിക്കിത് വേണേ, ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയൊന്നും അല്ലായിരുന്നു. പ്രാർത്ഥനയുടെ സ്റ്റൈലല്ല ഞാൻ പറയുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന, നമ്മുടെ പർപ്പസ് ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണ്.
യേശുക്രിസ്തു പറഞ്ഞത് എങ്ങനെയാണ്? വെൻ യു പ്രേ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ. എങ്ങനെയാ? അങ്ങയുടെ രാജ്യം വരണം. എങ്ങനെ? അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിൽ എന്നതുപോലെ ഭൂമിയിലും ആകണമേ. കണ്ടോ? എന്താ അതിന്റെ അർത്ഥം? ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിൽ നടക്കുന്നുണ്ട്, ഭൂമിയിൽ നടക്കുന്നില്ല. അത് നടത്താൻ വേണ്ടി ഉണ്ടാക്കിയ ജീവികളാണ് നമ്മൾ. നമ്മൾ പിടിക്കപ്പെട്ടു, പിശാചിനാൽ തോൽപ്പിക്കപ്പെട്ടു, പിടിക്കപ്പെട്ടു, ആത്മീകമായി മരിച്ചു. നമ്മളെ ഈ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ, കൊച്ചുകുട്ടികളെ ധർമ്മക്കാർ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ആദ്യം കണ്ണുകുത്തി പുരുടാക്കൂന്ന് കേട്ടിട്ടില്ലേ? ഇതുപോലെ തന്നെ പിശാച് നമ്മളെ കൊണ്ടുപോയപ്പോൾ നമ്മുടെ മനസ്സ് കുത്തി കുരുടാക്കി, നമ്മൾ കുരുടന്മാരായിപ്പോയി. പിന്നെ അവന്റെ നാട്ടിൽ കൊണ്ട് ഇരുത്തി. അവന്റെ നാടിന്റെ പേരാണ് ലോകം. അന്ധകാരത്തിൽ കൊണ്ട് ഇരുത്തി. അപ്പൊ കുരുടന്മാരാക്കി, അന്ധകാരത്തിൽ കൊണ്ട് ഇരുത്തി. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നിടത്തേക്ക് ഒരാൾ, പ്രകാശമുള്ള ഒരാൾ വന്നിട്ട് പറയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടണേ. എങ്ങനെയാ മഹത്വപ്പെടുന്നേ? സ്വർഗത്തിലെ അങ്ങയുടെ ചിന്തകൾ ഇതാ ഞങ്ങളിലൂടെ ഭൂമിയിൽ വരുവാൻ, എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ, അതായത് അങ്ങയുടെ രാജ്യം ഞങ്ങളിൽ പ്രവർത്തന തലത്തിൽ വരുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു, അതിനായി ഏൽപ്പിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ ചിന്തകൾ നമ്മളിലൂടെ ഭൂമിയിൽ നടപ്പിലാകണം. യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന ഇന്ന് സഭകൾ പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നവരെ വിലക്കുന്നുവെങ്കിൽ തികച്ചും പൈശാചികമാണ്. പൈശാചികമാണ്. ലൂക്കോസ് സുവിശേഷം അതിന്റെ 11-ാം അധ്യായം 1-2 വാക്യങ്ങൾ മാത്രം ഒന്ന് വായിച്ചത് സിസ്റ്ററെ. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണ്ടതിന്. മതി സിസ്റ്റർ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മളെ നിക്ഷിപ്തമാക്കിയ ഡ്യൂട്ടിയാണ് ഉടമസ്ഥനായ ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കുവാൻ ഉണ്ടാക്കിയ ജീവികളാണ് മനുഷ്യരായ നാം. തെളിവ് വേണോ? ഉൽപ്പത്തി 1:26. ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് തന്റെ പുത്രനോട് പറയുകയാണ്, നമുക്കൊരു ജീവിയെ ഉണ്ടാക്കാം, ഒരു സ്പീഷ്യസിനെ ഉണ്ടാക്കാം. അവരുടെ പേരാണ് മനുഷ്യൻ. നമ്മുടെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കാം. എന്നിട്ട് എന്തിനാണാവോ? വ്യക്തമായി പറയുന്നു, അവർ ഭൂമിയെ വാഴട്ടെ. അതായത് നമ്മുടെ ഉടമസ്ഥയിലുള്ള ഭൂമിയെ നമുക്ക് വേണ്ടി അവർ വാഴട്ടെ. ഈ ഉത്തമമായ ഈ ബോധ്യം മക്കളെ, ദാസന്മാരെ, നമുക്കുണ്ടാകണം. ഈ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിയാൽ നാം ജയിച്ചു. അതിൽ നല്ല പണി നടത്തേണ്ടതായിട്ടുണ്ട്. ഈ ലക്ഷ്യം നമ്മൾ വരണമെങ്കിൽ വായിച്ചാട്ടെ ഉൽപ്പത്തി 1:26. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. കേട്ടോ? പിതാവ് പുത്രനോട് പറയുകയാണ്. പിതാവ് പുത്രൻ അവിടെ എഴുതിയിട്ടില്ല, ഒരു പ്രാവശ്യത്തെ നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അപ്പോ നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ, നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യരെ ഉണ്ടാക്കാം. അതായത് ഗോഡ് ക്ലാസിൽ ഉണ്ടാക്കാം. അവർ ഭൂമിയെ വാഴട്ടെ. അവർ ഭൂമിയെ വാഴട്ടെ. അതിന്റെ അർത്ഥം എന്തുവാ? ഭൂമിയെ അവർ, നമ്മുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയെ അവർ നമുക്ക് വേണ്ടി വാഴട്ടെ എന്ന് പറഞ്ഞാൽ യജമാനന്റെ ഇഷ്ടം ഇവരിലൂടെ ഭൂമിയിൽ നടക്കണം. അങ്ങനെ ഭൂമി
സ്വർഗമായി മാറണം, സ്വർഗമയമായി മാറണം, സ്വർഗവും ഭൂമിയും കൂടെ ഒന്നായി തീരണം. മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മളിൽ നടക്കേണ്ട പർപ്പസാ. പക്ഷെ നമ്മളെ ഇന്ന് സ്വർഗവുമായി ബന്ധമില്ലാത്ത രീതിയിൽ പാപം കൊണ്ട് പിശാചി കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം പാപത്തോട് ദൈവം അടുക്കുകയില്ല. പിശാചിനറിയാം അതിനീതിയിൽ വസിക്കുന്ന ദൈവം പാപത്തോട് അടുക്കുകയില്ല. അപ്പൊ ഈ മനുഷ്യനെ പാപിയാക്കിയാൽ അവനെ ദൈവത്തിന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ സ്വർഗത്തിൽ ഈ ഒരു പർപ്പസിന് വേണ്ടിയാണ് മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. അതുകൊണ്ട് മനുഷ്യൻ ശ്രദ്ധിച്ച് കേൾക്കണം, ഒരു ഹൈബ്രിഡ് ബീയിങ് ആണ്. ഹൈബ്രിഡ് ബീയിങ് ഇതൊരു മോഡേൺ ടേമാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. ഹൈബ്രിഡ് അത് രണ്ട് മണ്ഡലങ്ങളെ ഒരുമിച്ച് ചേർത്തുണ്ടാക്കിയ ഒരു ജീവിയാണ് മനുഷ്യൻ. എന്തിനാ ഈ രണ്ട് മണ്ഡലങ്ങൾ ഒരുമിച്ച് ചേർക്കണേ? കാരണം ഇവന് സ്വർഗത്തിൽ ജീവിച്ച് സ്വർഗത്തിലെ ദൈവത്തിന്റെ ചിന്തകളെ സ്വീകരിക്കണം. പിന്നെ ഭൂമിയിൽ ആ ചിന്തകളെ വെളിപ്പെടുത്തണം. അപ്പൊ സ്വർഗത്തിൽ സ്വീകരിക്കാൻ വേണ്ടി ഒരു പാർട്ട്, ഇന്നർ പാർട്ട്. ഭൂമിയിൽ അത് വെളിപ്പെടുത്താൻ വേണ്ടി വേറൊരു പാർട്ട്, ഔട്ടർ പാർട്ട്. അങ്ങനെ ഈ രണ്ടും ഫങ്ഷൻ ചെയ്തെങ്കിൽ മാത്രമേ ഇവന് സ്വർഗത്തെ ഭൂമിയെ കൊണ്ടുവരാൻ പറ്റും. ഒപ്പത്തിനൊപ്പം ഉണ്ടോ? ഇതൊക്കെ മനുഷ്യനെ അറിയണം. ഒന്നുകൂടി പറയാം, ഈ മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ചിന്തകളെ മനുഷ്യനിലൂടെ ഭൂമിയിൽ കൊണ്ടുവന്ന് ഭൂമിയുടെ കെയർ ടേക്കിങ്, കിങ്ഷിപ്പ് അലങ്കരിക്കണം. ഇതാദ്യം മനസ്സിലാക്കാം നമ്മളെ കുറിച്ച്. അല്ലാതെ നമ്മളെ ഉണ്ടാക്കിയത് ആരാധിക്കാൻ വേണ്ടിയൊന്നും അല്ല. ബൈബിളിൽ എവിടെയാ പറയുന്നത് ദൈവം ആരാധന കുറവുള്ളതുകൊണ്ട് കൂടുതൽ ആരാധന കിട്ടാൻ വേണ്ടി മനുഷ്യനെ ഉണ്ടാക്കിയത്? ഇതൊക്കെ നമ്മുടെ ചുറ്റുമുള്ളവര് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചതാണ്. എന്നാൽ മനസ്സിലാക്കിയോ, എല്ലാ സൃഷ്ടികളും ദൈവത്തെ ആരാധിക്കും. അതായത് ആരാധിച്ചിട്ട് ദൈവത്തിന് ബഹുമാനം കൊടുക്കും. അപ്പോ ഇവിടെ എന്നെയും നിങ്ങളെയും ഉണ്ടാക്കിയത് എന്തിനാണെന്ന് വ്യക്തമായി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് പുത്രനോട് പറഞ്ഞു കഴിഞ്ഞു. അവർ ഭൂമിയെ വാങ്ങുന്നത്. പക്ഷെ ഇന്ന് അത് നടക്കുന്നില്ല. കാരണം വാഴാൻ ആഗ്രഹം മനുഷ്യനുണ്ട്. വാഴാൻ തുടങ്ങുമ്പോൾ തന്നെ മരണം മനുഷ്യനെ വെട്ടിക്കൊന്നുകളയും, അവസാനിപ്പിക്കും. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട മനുഷ്യനൊരു ഹൈബ്രിഡ് ബീയിങ് ആണ്. ഹൈബ്രിഡ് എന്ന് വെച്ചാൽ രണ്ട് സിസ്റ്റം ഒരുമിച്ച് കൂടുകയാണ്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യന്റെ പർപ്പസ് സർവ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾക്കറിയാമോ, ഇതാ മീനുള്ളതുപോലെ നമുക്ക് ചെതമ്പലും വാലൊക്കെ ഉണ്ടോ? ഇല്ല. കാരണം മീനെ ഉണ്ടാക്കിയത് വെള്ളത്തിൽ ജീവിക്കാനാണ്. നമ്മളെ ഉണ്ടാക്കിയത് കരയിൽ ജീവിക്കാനാണ്. ഇനി നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളെയും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ജീവികളും. കരയിൽ ജീവിക്കാനുള്ളവർക്ക് അതേ ഫെസിലിറ്റി, കടലിൽ ജീവിക്കാനുള്ളവർക്ക് അതിന്റെ ഫെസിലിറ്റി, ആകാശത്ത് പറക്കാനുള്ള പക്ഷികൾക്ക് അതിനു വേണ്ട ചിറക്. അപ്പോ ഇങ്ങനെ എവിടെയാണോ ജീവിക്കേണ്ടത്, എന്താണോ അതിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, അതനുസരിച്ചിട്ടുള്ള ക്രമീകരണമാണ് ഓരോ ജീവിക്കും കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്കറിയാമോ, ഒരു ഹൈബ്രിഡ് ഇനം സാധനം ഉണ്ടല്ലോ, ഇത് ജീവി. കടലിലും വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ഒരു ജീവിയുടെ പേര് പറയാമോ? തവള. അല്ലേ? അപ്പൊ അതിന് വെള്ളത്തിൽ ജീവിക്കാനുള്ള ഇഷ്ടമുണ്ട്, കരയിൽ ജീവിക്കാനുള്ള ഇഷ്ടമുണ്ട്. പിന്നെ ചില പാമ്പുകളുണ്ട്, അത് വെള്ളത്തിൽ ജീവിക്കും, അത് കരയിലും ജീവിക്കും. ഇനി സ്വർഗത്തിലും ഭൂമിയിലും ജീവിക്കാനുള്ള ഒരു സ്പീഷ്യസിന്റെ പേര് പറയാമോ? ആലോചിച്ച് നോക്കൂ. അറിയില്ലല്ലേ? അതാണ് മോനെ നീയെ, അതാണ് മോളെ നീയെ. സ്വർഗത്തിലും ഭൂമിയിലും ജീവിക്കാനുള്ള ഒരു സ്പീഷ്യസ് ആണ് മനുഷ്യൻ.
ഇതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം മനുഷ്യനോടൊന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മനുഷ്യ, ഭൂമിയിലെ എല്ലാ മൃഗങ്ങളും അത് ഭൂമിയിലെ ഭക്ഷണം കൊണ്ട് മാത്രം ജീവിക്കുന്നു. ഭൂമിയിലെ ഭക്ഷണം, ഏതെങ്കിലും ജീവിയെ, സിംഹമാണെങ്കിൽ ഒരു മാനെ കൊന്ന് തിന്ന് ജീവിക്കുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവികളെ കൊന്നു തിന്ന് ജീവിക്കുന്നു. നമ്മൾ മനുഷ്യരും അതേപോലെ തന്നെ ഭൂമിയിലെ പച്ചക്കറിയും ഇറച്ചിയും ഒക്കെ തിന്ന് ജീവിക്കുന്നു. എന്നാൽ ദൈവം മനുഷ്യനോട് പറയുകയാണ്, മനുഷ്യ, നിന്നെ ഇതൊന്നും ഞാൻ പഠിപ്പിക്കാൻ വേണ്ടിയാ ഇത്രയും കഷ്ടപ്പെടുന്നേ. എന്താണോ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? മനുഷ്യ, നീ പുട്ടിടില് ചപ്പാത്തി കൊണ്ട് മാത്രമല്ല ജീവിക്കേണ്ടേ. സ്വർഗത്തിലെ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ട് നീ ജീവിക്കണമെന്ന് നീയൊന്ന് പഠിക്കാൻ വേണ്ടി എത്രമാത്രം നിന്നെ താഴ്ത്തി കഷ്ടപ്പെട്ടു. എന്നിട്ട് നീ ഇത് പഠിക്കുമോ? നീ ഇത് പഠിക്കുന്നില്ല. അപ്പൊ നമ്മളിത് വ്യക്തതയോടെ മനസ്സിലാക്കണം. സ്വർഗത്തിലെ ദൈവത്തിന്റെ ചിന്തകൾ വാക്കുകളായി വരുന്നത് നമ്മൾ ഏറ്റെടുത്ത് വേണം നമ്മൾ സ്വർഗമണ്ഡലത്തിൽ ജീവിക്കാൻ. അത് തിരിച്ചറിഞ്ഞിട്ട് അത് പുട്ടിടില് ചപ്പാത്തി കൊണ്ട് ഈ ശരീരം ബലപ്പെടുത്തിയിട്ട് ഈ ശരീരത്തിലൂടെ അത് റിലീസ് ചെയ്യണം, ദൈവത്തിന്റെ ചിന്തകൾ. അപ്പൊ മനസ്സിലായോ? മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി. പുട്ടിടില് ചപ്പാത്തിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറെ നാൾ അത് കഴിക്കാൻ പറ്റാതെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ആയി അവസാനം കുറച്ചാൾ കട്ടിലിൽ കിടന്ന് മരിക്കാനല്ല. അതിന്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ശരീരം ആരോഗ്യത്തോടുകൂടെ നിന്നാലേ ദൈവം ആത്മമണ്ഡലത്തിൽ നമുക്ക് തരുന്ന ദൈവത്തിന്റെ ചിന്തകൾ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ചിന്തകൾ അതേപോലെ ഭൂമിയിൽ നടപ്പിലാക്കുവാൻ ഈ ശരീരത്തിൽ സംസാരിക്കാനും നടക്കാനും കഴിയുന്നില്ല എങ്കിൽ ഈ ശരീരം കൊണ്ട് എങ്ങനെ പറ്റുമത്? അപ്പൊ ഭൂമിയിലെ ദൈവം നമുക്ക് തരുന്ന ഫുഡിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സ്വർഗത്തിൽ ദൈവം നമുക്ക് തരുന്ന ദൈവത്തിന്റെ ചിന്തകളെ ഭൂമിയിൽ വെളിപ്പെടുത്താനാണ്, അത് നടപ്പിലാക്കാനാണ്. അറിയാൻ പാടില്ലാത്തവർ മനസ്സിലാക്കുക. ഇതുകൊണ്ടാണ് കർത്താവായ യേശു പറഞ്ഞത്, നീ മുമ്പേ ദൈവരാജ്യം അന്വേഷിച്ചാൽ ഭൂമിയിൽ നിനക്ക് വേണ്ടത് എന്ത് തിന്നും, എന്തുടുക്കും, എന്ത് ധരിക്കും എന്നുള്ള ചേർത്ത് നൽകപ്പെടും. കാരണം ഇതൊക്കെ നൽകുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ചിന്തകൾ എന്നിലൂടെയും നിന്നിലൂടെയും ഭൂമിയിൽ വെളിപ്പെടുത്താനാണ്, സ്വർഗരാജ്യം ഭൂമിയിൽ കൊണ്ടുവരാനാണ്. അപ്പൊ പർപ്പസിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടതെല്ലാം ദൈവം കൊടുക്കും എന്നാണ് യേശു കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാണ്ട് ബൈബിൾ എടുത്തുകൊണ്ട് നടന്നാൽ നമുക്ക് തിന്നാനും കുടിക്കാനും ഒക്കെ കിട്ടുമെന്നല്ല. ബൈബിൾ എടുക്കുന്നത് നല്ലതാ. ആ പുസ്തകം സത്യസന്ധതയോടെ എടുത്തത് ആരും ഇതുവരെയും ചീത്തയായി പോയിട്ടില്ല. പക്ഷെ തെറ്റായ ഉദ്ദേശത്തിൽ അത് എടുക്കുമ്പോഴാണ് ചീത്തയായി പോകുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, മനുഷ്യൻ എന്ന് പറയുന്നൊരു ഹൈബ്രിഡ് ബീയിങ് ആണ്. എന്തിനാണ് മനുഷ്യൻ? ദൈവത്തിന് ഭൂമിയിൽ വെളിപ്പെടാനാണ്. ദൈവത്തിന്റെ ചിന്തകളെ ഭൂമിയിലേക്ക് പ്രകാശിപ്പിക്കാനാണ് മനുഷ്യൻ. ഭൂമിയിൽ ദൈവം വെളിപ്പെടാനാണ്. ഇങ്ങനെ ജീവിച്ച ഒരാളെങ്കിലും അറിയിക്കാമോ? നിങ്ങൾക്ക് അറിയാമോ? ഇങ്ങനെ ജീവിക്കുന്നതിന്റെ പേരെന്താണെന്നറിയാമോ? അറിയില്ല അല്ലെ? ഇങ്ങനെ ജീവിക്കുന്നതിന്റെ പേരാണ് ഇമ്മാനുവൽ. സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ മനുഷ്യരോടുകൂടെ. എങ്ങനെ? നമ്മളിലൂടെ. ഇതിന്റെ സാമ്പിൾ ആരാ? ദൈവപുത്രനായ ക്രിസ്തു. ഹല്ലേലൂയ. അവന് ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കും. ദൈവം മനുഷ്യരോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവൽ. ഇതാണ് യേശു പറഞ്ഞത്, പിതാവ് എന്നിൽ വസിച്ച്. ഏത് പിതാവ്? എന്നെ പോലെ ജഡമായ പിതാവല്ല, ആത്മാവാകുന്ന പിതാവ് എന്നിൽ വസിച്ച് എന്റെ ജഡത്തിലൂടെ പ്രവർത്തിക്കുന്നു. കണ്ടോ? ഇതാണ് സാക്ഷാൽ ഒരു ദൈവപുത്രന്റെ പ്രവർത്തനം. ഇത് നമ്മൾ നടക്കണം. സ്വർഗത്തെ യേശു ഭൂമിയിൽ കൊണ്ടുവരികയായിരുന്നു. ദൈവത്തിന്റെ ചിന്തകളെ ഭൂമിയിൽ കൊണ്ടുവരികയായിരുന്നു. ആ ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഭാഷയിൽ ത്രിയേക പ്രവർത്തനം. അതാണ് ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ. ത്രിയേകനൊന്നുമല്ല. യേശു പറഞ്ഞതുപോലെ ദൈവ ഏകന. ഹല്ലേലൂയ. പക്ഷെ തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ, ദൈവപുത്രനായ ക്രിസ്തുവിലൂടെ നാം പ്രവർത്തിക്കുന്നത് ത്രിയേകമായിട്ടാണ്. ബൈബിൾ അതിനെ പറയുന്നത് ത്രിയേകം എന്നല്ല, ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ. കൊളോസ്യർ 2:9 ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി ക്രിസ്തു വസിക്കുന്നു. അത് ഇംഗ്ലീഷിൽ പറയുന്ന, KJV പറയുന്ന ഗോഡ് ഹെഡ്. മനസ്സിലായോ? ദൈവം തലയായി, ക്രിസ്തു ശരീരമായി,
ക്രിസ്തുവിൽ വസിക്കുന്നു എന്ന്. അതാണ് ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ. അതാണ് ത്രിയേക പ്രവർത്തനം. ഏകദൈവത്തിന്റെ ത്രിയേക പ്രവർത്തനം തന്റെ പുത്രനായ ക്രിസ്തുവിൽ. അല്ലാണ്ട് ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നിങ്ങൾ നോക്കിയാൽ ത്രിയേക ദൈവത്തെ കാണത്തില്ല. സ്വർഗസ്ഥ പിതാവ് പറഞ്ഞിട്ടില്ല, യേശു ക്രിസ്തുവും പറഞ്ഞിട്ടില്ല, അപ്പോസ്തലന്മാരാരും പറഞ്ഞിട്ടില്ല, ആദിമ ക്രിസ്ത്യാനികളുടെ വായിൽ വന്നിട്ടില്ല, ബൈബിളിൽ എങ്ങും എഴുതിയിട്ടില്ല. 4-ാം നൂറ്റാണ്ട് മുതൽ കയറി വന്നതാണ് മക്കളെ നമ്മളെ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിക്കാൻ. മനസ്സിലാക്കുക, ദൈവം ആരാധന കൊതിയനല്ല. ദൈവം നമ്മൾ വസിച്ച് നമ്മളെ തന്നെ ദൈവത്തിന്റെ ആലയമാക്കി നമ്മളിലൂടെ ഭൂമിയിൽ വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതാ വ്യക്തമായ അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൽ ഇത് എഴുതി വച്ചിരിക്കുകയാണ്. പൗലോസിന്റെ വളരെ പ്രശസ്തമായ ഏഥൻസിലെ പ്രസംഗം. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന വ്യക്തികൾക്ക് പലപ്പോഴും അവർക്കും പഠിക്കാൻ ഈ സിലബസിൽ ഈ ഫേമസ് ആയിട്ടുള്ള പ്രസംഗം കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ കേൾക്കാറുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 17:26 പൗലോസിന്റെ പ്രസംഗത്തിൽ പൗലോസ് പറയാണ്. അതൊന്ന് വായിക്കാം നമുക്ക് കേട്ടോ. 17:26 വായിക്കും. ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കിയും അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ദൈവം ഒരുത്തനിൽ നിന്ന്, ആദത്തിൽ നിന്ന് മനുഷ്യജാതി ഒക്കെ ഉളവാക്കി. അപ്പൊ എന്താ ഉദ്ദേശം? ഒരുത്തൻ ആദത്തിൽ നിന്ന് മനുഷ്യജാതി മുഴുവൻ ഉളവാക്കിയത് എന്തിനു വേണ്ടിയാ? ഭൂതലത്തിൽ ഒന്നും കുടിയിരിക്കാൻ. നമ്മൾ ചിന്തിക്കുന്നത് മനുഷ്യന് കുടിയിരിക്കാനാണെന്നല്ലേ? ശ്രദ്ധിച്ചു കേൾക്കുക, ദൈവത്തിന് കുടിയിരിക്കാനാണ്. അതിന് ദൈവം എന്ത് ചെയ്തു? ആദ്യം മനുഷ്യനെ കുടിയിരുത്തി. ഭൂതലത്തിലെങ്ങും ആദ്യം മനുഷ്യനെ കുടിയിരുത്തി. എന്നിട്ട് ഈ മനുഷ്യന്റെ ഉള്ളിൽ ദൈവം വസിച്ചിട്ട് ദൈവം ഭൂതലത്തിൽ എല്ലായിടത്തും കുടിയിരിക്കുകയായി. മനുഷ്യനിൽ ദൈവം വസിക്കുന്നു, ഉള്ളിൽ തലയായി, മനുഷ്യന്റെ തലയായി. അതിന് ദൈവം ഭൂമിയിൽ മുഴുവൻ കുടിയിരിക്കുന്നത് ഒരു കൂടാര ഫോം പോലെ, ഒരു കൂടാര ഫോം. ഇതാണ് ബൈബിൾ എങ്ങനെ അവസാനിക്കുന്നത് അറിയാമോ? വെളിപ്പാട് 21-ാം തീയതിയിൽ എഴുതി വെച്ചിരിക്കുക, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും. മനസ്സിലായോ? നമ്മുടെ തലയായി ദൈവം മാറും. ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ ക്രിസ്തുവിൽ ഉണ്ടായിരുന്നത് പോലെ നമ്മിലേക്കും മാറും. വെളിപ്പാട് 21:3 ഒന്ന് വായിച്ച സിസ്റ്ററെ, 21:3. നമ്മുടെ ഡെസ്റ്റിനേഷൻ വരെ മനസ്സിലാക്കി. ഇതാണ് യേശു പറഞ്ഞ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവം നിന്നിൽ കൂടാരമാകാൻ പോകുന്നു. അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ക്രിസ്തു. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ ഒരു ആ പണി തുടങ്ങിയിരിക്കുകയാണ്. വായിച്ചാട്ടെ. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അപ്പൊ ബൈബിൾ തീർന്നത് എങ്ങനെയാ? യേശു എന്ത് പ്രസംഗിച്ചോ, ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അത് നടക്കുന്നത് അവരോട് തീർന്നു. മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ദൈവം മനുഷ്യനെ കൂടാരമാക്കും. ഭൂമിയിൽ യേശു വന്നപ്പോ യേശുവിനെ കൂടാരമാക്കിയാണ് ദൈവം പ്രവർത്തിച്ചത്. യേശു ക്രിസ്തുവിന്റെ തലയായി ദൈവം പ്രവർത്തിച്ചു. ഇതാ യേശു പറയും, ദൈവത്തിന്റെ വചനം പറയുന്നത്, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം. പക്ഷെ ഇവിടെ നമ്മുടെ ഇടയിൽ സംഭവിച്ചത് ദൈവത്തെ മാറ്റിയിട്ട് ക്രിസ്തുവിനെ കൊണ്ട് ആ സ്ഥാനത്ത് വെച്ചു. കാരണം ചില വചനങ്ങളിൽ അവിടെ ഇവിടെയും ക്രിസ്തുവിനെ, വചനത്തെ ദൈവം എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും വചനം ദൈവമാണ്. പക്ഷേ മനസ്സിലാക്കേണ്ടത് ആ ദൈവം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പുത്രനാണ്. ദൈവത്തിന്റെ പുത്രൻ ദൈവം തന്നെ, യാതൊരു സംശയമില്ല. നിങ്ങളുടെ പുത്രനോ, നിങ്ങൾക്കൊരു മോൻ ഉണ്ടെങ്കിൽ അത് മോൻ മനുഷ്യൻ തന്നെയല്ലേ? വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ദി ഗോഡും ഉണ്ട്, ഗോഡും ഉണ്ട് ബൈബിളില്. ഹല്ലേലൂയ. നമ്മളെയും യേശു ക്രിസ്തുവിലൂടെ ജനിച്ച നമ്മളെയും വിശുദ്ധ ബൈബിൾ ഗോഡ് എന്നാ വിളിക്കണേ. 82-ാം സങ്കീർത്തനം 6-ാം വാക്യം എടുത്ത് വായിച്ചു നോക്കുക. നമ്മളെയും വിളിക്കുന്നത് ഗോഡ് എന്നാ. ഇനി നമ്മുടെ നേച്ചർ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ദേവദാസന്മാരെ, കാരണം ഇതൊക്കെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിന് ദുരുപദേശം എന്ന് പറഞ്ഞ തള്ളി അങ്ങ് പുറത്താക്കുകയാണ്. ഇത് പിശാചാണ് നമ്മൾ അതുകൊണ്ട് ചെയ്യുന്നത്. ഒരുവൻ പറയുന്നത് എന്തെന്ന് മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നതാണ് ഇവിടുത്തെ വിഷയം. ഇതുകൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ റിസൾട്ട് ഇല്ലാത്തത്.
സത്യമാണോ നമ്മുടെ ജീവിതത്തിൽ റിസൾട്ട് ഉണ്ടാകും. മനസ്സിലാക്കുക, നമ്മളൊരു ഹൈബ്രിഡ് ഇനമാണ്. ഹൈബ്രിഡ് ഇനം, രണ്ടും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഇനം. ഇത് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുക. നിങ്ങൾ ജീവിതത്തിൽ റിസൾട്ട് ഉണ്ടാകും. ക്രിസ്തുവെ പോലെ ആകാനെ നമ്മളെ വിളിച്ചേ. ക്രിസ്തു അത്യുന്നതനായ ദൈവമൊന്നുമല്ല. ക്രിസ്തുവെ പോലെ നമ്മൾ വിളിച്ചപ്പോൾ നമ്മൾ ക്രിസ്തുവിനെ പോലെ ആയാൽ നമ്മൾ അത്യുന്നതന ദൈവമാവൂലേ? അത്യുന്നത ദൈവമാകാനല്ല നമ്മളെ വിളിച്ചത്. അത്യുന്നത ദൈവവും സ്വർഗസ്ഥ പിതാവ് മാത്രമേ ഉള്ളൂ. ഈ സത്യം നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഇത് മറയില്ല. സത്യം ഒരിക്കലും മരിക്കില്ല. ക്രിസ്തു അത്യുന്നതനായ ദൈവത്തിന്റെ മകനാണ് സ്വർഗീയ പിതാവ് ആവർത്തിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണ്. അപ്പൊ യേശു പറഞ്ഞു, നുണയാണ് പത്രോസ്, നീ പറഞ്ഞ മൊത്തം നുണയാ. നോക്കിയേ, ഈ ഭൂമിയിലുള്ള എന്റെ ഡിനോമിനേഷൻ മുഴുവൻ പറയുന്നു ഞാനാണ് അത്യുന്നതനായ ദൈവമെന്ന്. നീ എന്താ ഇങ്ങനെ പറയുന്നേ, ഞാൻ അത്യുന്നതന്റെ പുത്രനാണെന്ന്? അങ്ങനെയല്ല. യേശു ക്രിസ്തു എന്താ പറഞ്ഞു കൊടുത്തേ? ഇത് നിനക്ക് വെളിപ്പെടുത്തുന്ന ജഡരക്തങ്ങളല്ല, എന്റെ പിതാവാ നിനക്കിത് വെളിപ്പെടുത്തുന്നത്, അല്ലേ? യേശു നുണ പറയോ മക്കളെ? നമ്മൾ എന്തിനാ ഈ സിസ്റ്റത്തിന്റെ പുറകെ ഓടിയിട്ട് നമ്മൾ നശിച്ചു പോണേ? വ്യക്തമായ നിങ്ങളുടെ കയ്യിൽ ബൈബിൾ വിശ്വസിക്കാൻ അവരും പറയുന്നൊക്കെ വിട്. ഇനി അവരോട് കൂടെ നിൽക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിന് നിങ്ങൾ വില കൊടുത്തേ പറ്റൂ. സത്യത്തോട് കൂടെ നിൽക്കുക, എല്ലാ മനുഷ്യരെ സ്നേഹിക്കുക, അവരുടെ മുമ്പിൽ നമ്മുടെ ജീവിതം മാതൃകയായി കാണിച്ചു കൊടുക്കുക. ഇനി ശ്രദ്ധിക്കുക, നമ്മളുടെ പർപ്പസിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നു. അതാണ് സത്യം. ഇത്രയും നാളും ഈ വിശ്വാസം, എന്നിട്ട് ഈ സത്യം അറിഞ്ഞില്ല എങ്കിൽ ഈ വിശ്വാസം എവിടെയോ തെറ്റിക്കിടക്കുക. വിശുദ്ധ ബൈബിളിലെ സത്യം തന്നെ തിരിച്ചറിയുക. അപ്പൊ നമ്മളുടെ ഹൈബ്രിഡ് ഇനമാണെന്നതിന്റെ അർത്ഥം നമ്മൾ സ്വർഗത്തിൽ ജീവിച്ച് സ്വർഗത്തിലെ ദൈവത്തിന്റെ ചിന്തകൾ ഈ ഭൂമിയിൽ ദൈവം നമുക്ക് ശരീരത്തിലുള്ള ഭൂമിയിൽ വെളിപ്പെടുത്തുമ്പോൾ സ്വർഗം ഭൂമിയിലായി. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണം. ആരിലൂടെ? ഞങ്ങളിലൂടെ. എന്നിട്ടാ പറയുന്നത് ഞങ്ങൾക്ക് അന്നുള്ള ആഹാരം തരണമേ. അപ്പൊ അന്നുള്ള ആഹാരം തരുന്നതിന്റെ ഉദ്ദേശം എന്താ? പർപ്പസ് എന്താ? നമ്മൾ ഇരുട്ടിലിരിക്കുകയാണ്, കുരുടന്മാരും അറിയില്ല ഇതൊന്നും. ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ നിറവേറ്റാനുള്ള യൂണിറ്റുകളാണ് ഞാനും നിങ്ങളും, എന്റെ പ്രിയ മക്കളെ. ദേവദാസന്മാരെ തികഞ്ഞ ബഹുമാനത്തോടെയാ പറയുന്നേ. നമ്മളുടെ കൂട്ടവും ഗ്രൂപ്പും ഒന്നും സ്വർഗത്തിനൊരു വിഷയവുമല്ല. നമ്മൾ മത്തായി 7:21, 22, 23 പറയുന്ന പോലെ പുറത്താക്കപ്പെടും. ഞങ്ങൾ പറയും, ഞങ്ങൾ ആ കർത്താവെ എന്ന് വിളിച്ചല്ലോ, സുവിശേഷം അറിയിച്ചല്ലോ, രോഗിയെ സൗഖ്യമാക്കിയല്ലോ, ഭൂതത്തെ പുറത്താക്കിയല്ലോ. കർത്താവ് പറയും, ഗെറ്റ്. ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല, ആധർമ്മം പ്രവർത്തിക്കുന്നവർ. ഇതൊക്കെ ആവർത്തിച്ച് ഒരു സഭയിലും പറയുന്നില്ലെങ്കിൽ ഇത് നിങ്ങൾ നിരന്തരം എന്നോട് കേൾക്കുന്നുണ്ട്, അല്ലേ? ബൈബിള് മാറിപ്പോകത്തില്ല. യേശുക്രിസ്തു ഇന്നും നാളെയൊക്കെ അനന്യനാ. യഹോവയാ ഞാൻ മാറാത്തവനാ. മാറണമെങ്കിൽ നമുക്ക് മാറാം. മാറണമെങ്കിൽ നമുക്ക് മാനസാന്തരപ്പെടണമെങ്കിൽ നമുക്ക് മാനസാന്തരപ്പെടാം. ഇനി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യം പറയാം. നമ്മളിലൂടെയാണ് സ്വർഗത്തിലെ ദൈവത്തിന് ഇതങ്ങൾ ഭൂമിയിൽ വരുന്നത്. ദൈവം നമ്മളിലൂടെ വെളിപ്പെടുകയാ. ആ ക്രിസ്തുവിന് അനുരൂപമാകാൻ നമ്മളെ നിയമിച്ചിരിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ റോമ 8:29 വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇനി ഞാൻ ശ്രദ്ധിച്ചു കേൾക്കണം. ഈ ഹൈബ്രിഡ് എന്ന് പറയുന്നവർക്ക് മനസ്സിലാകാത്തവർ ശ്രദ്ധിച്ച് കേൾക്കാം. നമ്മൾ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ഒരു കളക്ഷനാണ്. ഈ സ്വർഗത്തിലെ നിയമവും ഭൂമിയിലെയും കൂടി ഒരുമിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം. നിങ്ങൾ വിമാനം കണ്ടിട്ടില്ലേ? വിമാനം, ഈ വിമാനം 2 നിയമങ്ങളുടെ കളക്ഷനാണ്. 2 നിയമങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. അപ്പോഴാണ് വിമാനം പൊങ്ങി നമ്മുടെ തലയുടെ മുകളിൽ കൂടി ആകാശത്തോടെ പോകുന്നത് നമ്മൾ കാണുന്നത്. പലരും വിമാനത്തിൽ കയറിയിട്ടുള്ളവരായിരിക്കുമല്ലോ. കയറിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാ പ്രവർത്തിക്കുന്നത് ചിരിച്ചിട്ടുണ്ടാകത്തില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ദൈവം ഒരു പ്രത്യേക ചിന്തയുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അത് കാണുന്നതാണ്, അതിന്റെ ഉള്ളു മുഴുവനായിരിക്കും എന്റെ കണ്ണ് കാണുന്നത്. ഇത് എങ്ങനെ പ്രവർത്തിക്കും, ഏത് രീതിയിൽ അറിയത്തില്ലെങ്കിൽ അന്വേഷിച്ചു പോകും. കാരണം അത് മനസ്സിലാക്കാൻ വേണ്ടി അന്വേഷിച്ചു പോകുന്നത്. അപ്പോ പലരും, അതായത് ചിലര് ഇപ്പൊ രോഗം വരുമ്പോ അവര് രോഗം കാണുന്നു, അയ്യോ എനിക്ക് ഇവിടെ വേനെടുക്കണേ, എനിക്ക് ഇവിടെ വേനെടുക്കണേ എന്നോ, അല്ലെ, അല്ലെങ്കിൽ എന്റെ തലയിൽ ഇങ്ങനെ നീരിറങ്ങണേ എന്നൊക്കെ പറയും. പല പല കാര്യങ്ങൾ. അപ്പൊ അവര് കാണുന്ന രോഗമാണ്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരുമ്പോ കാണുന്നത് എന്നറിയാമോ? രോഗത്തെക്കാളുപരി രോഗകാരണത്തെയാ കാണുന്നത്. രോഗകാരണത്തെയാ കാണുന്നത്. അതുപോലെയാണ് യേശു ക്രിസ്തു രോഗമുള്ള വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുമ്പോൾ രോഗം പോണത്. അപ്പൊ ദൈവമക്കളായ നമുക്കും ദൈവത്തിനായ യേശുവിന്റെ കാഴ്ച ഉള്ളത് എപ്പോഴും നല്ലതാ. അപ്പൊ ജനറലിയും ആത്മീയമായും ഭൗതികമായും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്ററിന്റെ മക്കളല്ലേ. അപ്പൊ അതേ ക്രിയേറ്റിവിറ്റി നമുക്ക് ദൈവം തന്നിട്ടുണ്ട് മുഖാന്തരങ്ങളായി പ്രവർത്തിക്കാൻ.
അപ്പൊ അതൊക്കെ ഈ നാളുകളിൽ പുറത്തെടുക്കണം. അപ്പൊ ഞാൻ പ്രിയ സഹോദരങ്ങളെ പറഞ്ഞു വന്നത്, വിമാനം പ്രവർത്തിക്കുന്നത് ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിലാണ്. ഹൈബ്രിഡ് സിസ്റ്റം. കാരണം നമ്മളുടെ KSRTC ബസ് ഭൂമിയിലൂടെ മാത്രമല്ലേ പോവുള്ളൂ, റോഡിലൂടെ. കാറ്, സൈക്കിള്, സ്കൂട്ടർ ഒക്കെ അല്ലേ. അതൊന്നും ഇതൊരു മുകളിലേക്ക് പോകുന്നത് കണ്ടിട്ടില്ലല്ലോ. പക്ഷെ ഈ ബസ്സിന് 2 ചിറക് കൊടുത്താൽ അത് എയർ ബസ് ആകുകയും മുകളിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കാറ്, നമ്മുടെ ബസ് ഇതൊക്കെ അതൊക്കെ പ്രവർത്തിക്കുന്നത് ഒരു ന്യൂട്ടൺസ് 3rd ലോ ഓഫ് മോഷൻ എന്ന് പറയുന്ന ഒരു ലോയാണ്. എന്നാൽ വിമാനം പ്രവർത്തിക്കുന്നത് ഈ ന്യൂട്ടൺസ് 3rd ലോ ഓഫ് മോഷനും ഉണ്ട്, ബെർണൂലിയസ് ലോ എന്ന് പറഞ്ഞ വേറൊരു ലോയും കൂടി ഉണ്ട്. ഈ 2 ലോയും കൂടി ഹൈബ്രിഡ് ഒന്നാക്കുമ്പോഴാണ് വിമാനം മുകളിലേക്ക് പറന്നു പോകുന്നത്. മനസ്സിലായോ? നമ്മളും ഉയരത്തിൽ ജീവിക്കേണ്ടവരാ. പിന്നെ ഞങ്ങൾ ഭൂമിയിലാണ് ജീവിക്കുന്നത്, ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. എങ്കിലും നമുക്കൊരു ഇൻവിറ്റേഷൻ ഇല്ലേ ജീവിക്കാനായിട്ട്? എവിടെ ഉണ്ടെന്നേ ആലോചിച്ച് നോക്ക്. സ്വർഗീയ വിളിക്കോ ഹരിക്കാരായുള്ളവരേ, ഇത്ര നാളും ഭൂമിയിൽ മാത്രമേ ജീവിച്ചുള്ളൂ. എബ്രാലേഖനാണ്. വീണ്ടും പറയാണ്, എപ്പോഴാ കിട്ടിയേ? നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു എഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ഇനിയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ഹൈബ്രിഡ് ആണോ? മനസ്സിലായോ? ഹൈബ്രിഡ് ആണോ? അത് ഇതൊന്നും അറിയത്തില്ല. ഞങ്ങൾക്ക് അവിടെ 2 ഹല്ലേലൂയ പറയാം. ആണുങ്ങളുടെ ഭാഗത്ത് ഒരാൾ പ്രാർത്ഥിക്കുന്നു, പെണ്ണുങ്ങളുടെ ഭാഗത്ത് ഒരാൾ പ്രാർത്ഥിക്കുന്നു. 3 പാട്ട് കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞ് പിന്നെ വർഷാവർഷമുള്ള ക്രൂസൈഡും എക്സ്കർഷനും ഇതൊക്കെ കഴിഞ്ഞ് ആ വീട്ടിൽ പോകുന്ന പരിപാടി ഞങ്ങൾക്കുള്ളൂ. എന്നൊക്കെ പറയുമ്പോ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നത് കേട്ടോ. ശ്രദ്ധിച്ചേ, ഇതിൽ ഒതുങ്ങരുതെന്ന ഈ പറയണേ. നമുക്ക് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാ നമ്മള്. ഇന്ന് നമ്മൾ ഹൈബ്രിഡ് ഇനോ. ഈ ഹൈബ്രിഡ് ഇനത്തിന് ഫുഡ് 2 ഉണ്ട്. പക്ഷെ നമ്മൾ സാധാരണ ഒരു ഫുഡ് കഴിക്കാം, ഭൂമിയിലെ ഫുഡ് മാത്രം. പുട്ടിഡലി ചപ്പാത്തി. ഞങ്ങൾ ബൈബിള് വായിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കായ ദൈവത്തിന് സ്തോത്രം. പക്ഷെ അക്ഷരമല്ല വായിക്കണേ. ഭൂമിയിലുള്ളതല്ലേ ബൈബിള്. ഭൂമിയിലുള്ള അക്ഷരമല്ല വായിക്കണേ. നിങ്ങൾക്കറിയാമോ, ഇതിന്റെ ഒറിജിനൽ സ്വർഗത്തിൽ കേൾക്കാൻ പറ്റും. അതിന്റെ പേര് ബൈബിൾ ഇട്ടിരിക്കുന്നത് പുസ്തകത്തിൽ എഴുതിയ അക്ഷരങ്ങളെന്നല്ല. പുസ്തകത്തിൽ എഴുതിയ അക്ഷരങ്ങളെന്നല്ല അതിന് എഴുതിയിരിക്കുന്നത്. പുസ്തകം പുറത്തെഴുതിയതാ അല്ലേ? ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു, ഉൾനട്ട വചനം, ഇംപ്ലാന്റഡ് വേർഡ്, എൻഗ്രാഫ്റ്റഡ് വേർഡ്, സമിതിയുടെ കൈക്കൊള്ളാനാ പറയണേ. വീണ്ടും ജനിച്ചവനോട്. മനസ്സിലായോ? അപ്പൊ ഇത് വേണ്ടതാണോ? അല്ല, ഇതും ഇരുന്നോട്ടെ. ഇത് നമുക്ക് ഉറപ്പിക്കാമല്ലോ. ഒരു വളർച്ച ആകുന്നത് വരെ നമുക്ക് അതിന് ഉറപ്പിക്കാതെ വേണം. ഇതാണ് ദൈവവചനം പറയുന്നത്. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേട്ടെ. ആത്മാവ് പറയുന്നത് ഭൂമിയിലല്ല, സ്വർഗത്തില്. ആ സ്വർഗീയ മണ്ഡലം നമ്മുടെ ഉള്ളിലുണ്ട്. ഭൂമിയിൽ നമ്മളോട് സംസാരിക്കുന്നത് വിശുദ്ധ ബൈബിളിലെ അക്ഷരങ്ങളിലൂടെ. പക്ഷെ അത് ആത്മാവ് നേരത്തെ ദേവദാസന്മാർക്ക് കൊടുത്തത് 2000 വർഷം വരെ ഉള്ളത് എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോ പോയി ബൈബിൾ വായിക്കുന്നല്ല പറയണേ. സഭകളോടൊക്കെ പറയുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതിന്റെ അർത്ഥം ഉൾനട്ട വചനം എടുക്കാൻ. നിന്റെ ഉള്ളിൽ വചനം വെച്ചിട്ടുണ്ട്. നീ ഒരു ഹൈബ്രിഡിനാണ്. നീ ആത്മാവിൽ മരിച്ചത് കൊണ്ടാണ് നിനക്ക് അക്ഷരം തന്നത്. ഇനി അക്ഷരമല്ല, ആത്മാവാണ് ജീവിപ്പിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. അപ്പൊ നമ്മളൊരു ഹൈബ്രിഡിനോ. നിങ്ങൾക്കത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഫ്ലൈറ്റ്, അത് ഭൂമി, നമ്മൾ ഫ്ലൈറ്റ് പൊങ്ങാൻ പോകുമ്പോ അതിന്റെ ടയറുകളുണ്ട്. അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ടയറുകളാണ്. അതിന്റെ എഞ്ചിൻ അത് പ്രവർത്തിക്കാൻ തുടങ്ങും. ആ പങ്ക കണ്ടിട്ടില്ലേ? ഫ്ലൈറ്റിൽ കയറിയ അടുത്ത് ചെന്നവർക്ക് അറിയാൻ ആ എഞ്ചിൻ്റെ ഉള്ളിൽ പങ്കയുണ്ട്, ഫാൻ. അതിങ്ങനെ കറങ്ങാൻ തുടങ്ങുമ്പോൾ, സ്പീഡ് കൂടുമ്പോൾ ഇത് എയർ ഇങ്ങനെ പുറകിലേക്ക് തള്ളും. മനസ്സിലായില്ല അല്ലെ? മനസ്സിലാണെങ്കിൽ നാളെ ഒരു ബലൂൺ മേടിക്കുക. ഈ ബലൂൺ മേടിച്ചിട്ട് ഊതി വീർപ്പിക്കുക. എന്നിട്ട് അതിനെ ആ വീർപ്പിച്ചത് കൈ പിടിച്ചേക്കോലെ അതങ്ങ് വിടുക. ഈ ബലൂൺ ഉണ്ടല്ലോ, നേരെ എങ്ങോട്ടാ വിട്ടോ അങ്ങോട്ടേക്ക് ഒരു പോക്ക് പോകും. അതിൻ്റെ ഉള്ളിലെ എയർ മുഴുവൻ പുറയിലേക്ക് തള്ളും. മനസ്സിലായോ? അങ്ങനെ ബലൂൺ മുന്നോട്ടേക്ക്. ഇതേപോലെ തന്നെയാണ് സംഭവം. ഈ 2 ഇഞ്ച് പങ്കുകൾ കറങ്ങുമ്പോ ഇതില് ഈ മുമ്പിലുള്ള എയർ മുഴുവൻ ഇങ്ങ് വലിച്ചിട്ട് ഇത് പുറയിലേക്ക് ഇങ്ങ് തള്ളും. പുറയിലേക്ക് തള്ളുമ്പോ വീല് ഫ്രീ ആയിട്ട് കിടക്കല്ലേ. ബലൂണിന്റെ എയർ പുറയിലേക്ക്
ഇപ്പൊ ബലു മുമ്പോട്ടേക്ക് പോയെങ്കിൽ ഇതാ ഈ ചിറകുകളുടെ കീഴിൽ പിടിപ്പിച്ചിരിക്കുന്ന ആ 2 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6, ഡിപ്പെൻസ് ഓൺ അതിന്റെ വെയിറ്റ് അനുസരിച്ച് എഞ്ചി കൊടുക്കും. അതിങ്ങനെ പുറയിലേക്ക് തള്ളുമ്പോ ഈ പ്ലെയിനിന്റെ താഴെയുള്ള ടയർ ഉണ്ടല്ലോ, ടയറ് മുമ്പോട്ട് ഉരുളാൻ തുടങ്ങും. എന്തോ സംഭവം? ന്യൂട്ടൺസ് 3rd ലോ ഓഫ് മോഷൻ വർക്ക് ചെയ്യുന്നതാ. ആ പുറയിലേക്ക് ഏറ് തള്ളിയില്ലേ, അതാണ് ആക്ഷൻ. എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതിന്റെ എത്രത്തോളം ആ ഫോഴ്സ് ത്രസ്റ്റ് പുറയിലേക്ക് വരുന്നോ അത്രത്തോളം പ്ലെയിൻ മുമ്പോട്ട് പോകും. അപ്പൊ ഫാനിന്റെ സ്പീഡ് കൂട്ടിയാലോ ഇതിന്റെ സ്പീഡും കൂടും, മുന്നോട്ടേക്ക് പോകുന്നതിന്റെ സ്പീഡ് കൂടും. അങ്ങനെ സ്പീഡ് കൂടുമ്പോ ഈ 2 ഇനിയിപ്പോ അടുത്ത ലോ കയറാൻ പോകും, ഹൈബ്രിഡ് ആകാൻ പോവാട്ടോ. അടുത്ത ലോ കയറാൻ പോകും, 2 ചിറക് അപ്പുറം ഉണ്ട്. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോ ബെർണൂലിയസ് ലോ കയറി പിടിക്കും. അതിന്റെ അർത്ഥം ഈ ചിറക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോ ഇതിന്റെ 2 ചിറകിന്റെയും മുകളില് സ്പീഡ് കൂടുമ്പോ പ്രഷർ കുറയും. സ്പീഡ് കൂടുമ്പോ ബെർണൂലിയസ് ലോ എന്ന് വെച്ചാണെങ്കിൽ when the velocity increase pressure decrease. മനസ്സിലായോ? സ്പീഡ് കൂടുമ്പോ ഇവിടത്തെ പ്രഷർ കുറഞ്ഞിട്ട് ഇവിടെ എയർ പ്രഷർ കുറയും. ഈ കുറയുമ്പോ താഴെയുള്ള എയർ ഉണ്ടല്ലോ അതിന് ഇതിനെ അങ്ങ് തള്ളും, ചിറകിനെ അങ്ങ് തള്ളും മുകളിലേക്ക്. മനസ്സിലായോ? ഇതിനെങ്ങ് തള്ളും. ഇങ്ങനെയൊക്കെ തള്ളി കഴിയുമ്പോ ഇതെന്ത് ചെയ്യുന്നറിയാമോ? പ്ലെയിൻ അങ്ങ് പൊങ്ങാൻ തുടങ്ങും. ഇതിലെല്ലാം അറ്റാച്ച് ചെയ്തിരിക്കണേ, മൊത്തത്തിൽ പൊങ്ങാൻ തുടങ്ങും. അപ്പൊ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ ഹൈറ്റ് ഇത് പൊങ്ങിക്കൊണ്ടിരിക്കും, സ്പീഡ് കുറഞ്ഞതനുസരിച്ച് താഴേക്ക് പോരും. കണ്ടോ? അപ്പൊ 2 ലോ ഒരുമിച്ച് കയറിയത് കണ്ടോ? ന്യൂട്ടൺസ് 3rd ലോ ഓഫ് മോഷൻ, ബെർണൂലിയസ് ലോ ഒരുമിച്ച് കയറിയപ്പോ പ്ലെയിൻ പൊങ്ങി. നമുക്കും പൊങ്ങണ്ടേ? ഇനിയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ എന്ന് പറഞ്ഞാലും നമുക്ക് പറ്റുന്നില്ല. പലരും പറയുന്നു, ബ്രദറെ ഞങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയൊക്കെ ഇരിക്കും, പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ പോലും മുട്ടുകുത്തി ഇരിക്കുന്നത് കാണാം. പിന്നെ കുറച്ചു നേരം കഴിയുമ്പോ അറിയാം എന്റെ ചിന്ത അവിടെയും പോലെ വേറെ എവിടെയോ പോയി. ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഒന്ന് നമ്മൾ ഇത് സിസ്റ്റം മനസ്സിലാക്കണം. നമ്മുടെ ഇരുട്ടിൽ നിന്ന് മാറണം, കുരുടത്വം മാറണം. ഓൾറെഡി ദൈവം നമ്മൾ ഇരുട്ടിൽ നിന്ന് മാറ്റി, പക്ഷെ നമ്മൾ വീണ്ടും ഇരുട്ടിപ്പോയിരിക്കുക. അതാ വിഷയം. നമ്മൾ ഇരുട്ടിപ്പോയിരിക്കുക വീണ്ടും. ഇരുട്ടിലിരിക്കുന്ന ജനത്തിന് വലിയൊരു പ്രകാശം ഉദിച്ചു. വീണ്ടും ജനിച്ചിട്ടുണ്ടോ കുഞ്ഞെ? നിന്നെ ഇരുട്ടിൽ നിന്ന് മാറ്റിയിരുത്തിയിട്ടുണ്ട്. ഇരുട്ടിൽ നിന്ന് മാറ്റിയിരുത്തിയിട്ടുണ്ട്. ഇത് നീ തിരിച്ചറിയണം. കൊളോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. നീ വീണ്ടും ജനിച്ചെങ്കിൽ നിന്നെ ഇരുട്ടിൽ നിന്ന് മാറ്റിയിരുത്തിയിട്ടുണ്ട്. ഇത് അറിവിലൂടെയാണ് നിനക്ക് വിടുതൽ കിട്ടുന്നത്. ഇനി നിന്റെ കുരുടത്വം മാറിയാൽ മതി. ഇരുട്ടിൽ നിന്ന് മാറ്റിയിരുത്തിയിട്ടുണ്ട്. വായിക്കാൻ. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. കേട്ടോ? ഇരുട്ടിലിരിക്കുന്ന ജനത്തെ അവിടെ നിന്ന് മാറ്റി, ഇരുട്ടിൽ നിന്ന് മാറ്റി. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത, സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് വേണം. ഒന്ന് ആദ്യം അറിയേണ്ടത്, ഞാൻ കുരുടനാണ്, ഞാൻ ഇരിക്കുന്നത് ഇരുട്ടത്താണ്, ഞാൻ ആത്മാവിൽ മരിച്ചവനാണ്. എല്ലാം തിരിച്ച് ആദ്യം അറിയണം. അങ്ങനെ ആയിരുന്നു ഒരു സ്റ്റേജ്. എന്നാൽ യേശു ക്രിസ്തുവിലൂടെ എന്നെ ആത്മാവിൽ വീണ്ടും ജനിപ്പിച്ചു. എന്നെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് മാറ്റി വെളിച്ചത്തിൽ കൊണ്ടുവന്നു. ഈ ഒരു തിരിച്ചറിവ് ആദ്യം ഉണ്ടാകും. ഇനി എന്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ ഇന്നും കുരുടനാണ്. എന്റെ കുരുടത്വം മാറാൻ കഴിഞ്ഞ സന്ദേശത്തിലുണ്ട് യേശു തരുന്ന മരുന്ന്. നീ കുരുടനായതുകൊണ്ട്
നിന്റെ കുരുടത്വം മാറുവാൻ, കണ്ണിലെഴുതുവാൻ, എന്നോട് ലേപം വാങ്ങാൻ, വിലയ്ക്ക് വാങ്ങാനൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആ സന്ദേശം പോയി കേൾക്കുക. ഇതൊക്കെ കേൾക്കാൻ ആർക്കാണ് സമയം? അല്ലേ? ഫേസ്ബുക്കിലെ റീൽസ് കണ്ടിരിക്കാൻ പോലും പാസ്റ്റർ എനിക്ക് സമയമില്ല. അപ്പോഴാണ് പാസ്റ്റർ കഴിഞ്ഞ സന്ദേശം. ഒന്നാമത് ഇതിന് തപ്പിയാലും കിട്ടത്തില്ല. എന്തോരം തപ്പിയാലും ഒന്നും ഈ സാധനം കിട്ടാനേ ഇല്ല. സത്യമുള്ള കാര്യം കേട്ടോ. കഴിഞ്ഞ സന്ദേശം ഗോസ്ബൽ ടിവിയിൽ എന്നാ പ്രസംഗിച്ചൊന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ തപ്പി നോക്കിയിട്ടൊന്ന് കുറെ നേരം നോക്കിയിട്ടും കിട്ടിയില്ല. കഴിഞ്ഞ സന്ദേശം ഒന്ന് കേൾക്കാൻ വേണ്ടി. അപ്പോ എന്റെ പ്രിയ സഹോദരനെ, കാരണം ധാരാളം സന്ദേശങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഇതിനെ തപ്പി കിട്ടത്തില്ല. എന്തെങ്കിലും ഒരു മെത്തേഡ് തപ്പി എങ്ങനെ എടുക്കണേന്നുള്ളത്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, അപ്പസ്തോല പ്രവൃത്തിയില് ഇതേപോലെ തന്നെ ഇതിനൊന്നും കൂടി ഉറപ്പിച്ചുകൊണ്ട് പറയുന്ന രംഗമാണ് അപ്പസ്തോല പ്രവൃത്തി 26-ാം അധ്യായം 18-ാം വാക്യം. അവിടെയും പറയുന്നുണ്ട്, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, സാത്താൻ അധികാരം ദൈവത്തിങ്കലേക്ക് തിരിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് സുവിശേഷം. നമ്മുടെ കുരുട്ടുകണ്ണുകളെ തുറക്കുന്ന ഒരു പദ്ധതിയാണ് ഈ സുവിശേഷം. വായിച്ചാട്ടെ 26-18. പൗലോസ് സുവിശേഷം അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഒരു ദൈവദാസനെ അയച്ചു കഴിയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ജനത്തെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മാറ്റും. അത് സുവിശേഷത്തിൽ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇത് ഇവരെ അറിഞ്ഞ് അതിനെ അക്സെപ്റ്റ് ചെയ്താൽ മതി. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക്, പൈശാചിക രാജ്യത്തിൽ ദൈവരാജ്യത്തിലേക്ക്, അവരുടെ കുരുട്ട് കണ്ണുകളെ തുറക്കാൻ. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഒന്ന് മനസ്സിലാക്കണം, നമ്മളെന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് ഇനമാണ്. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും മിക്സ് ആണ് നമ്മൾ. എപ്പോഴും മനസ്സിലാക്കണം. ഉൽപ്പത്തി 2:7 നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇത് മനുഷ്യന്റെ അടിസ്ഥാനമായ ചിന്തയായിരിക്കണം. അടിസ്ഥാനമായ ചിന്ത. ഉൽപ്പത്തി 2:7 മനുഷ്യനെ ഉണ്ടാക്കുന്നതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് അവിടെ. ഭൂമിയിൽ നിന്ന് മണ്ണെടുത്ത് പൂഴിയെടുത്ത് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി തീർന്നു. അതാണ് മനുഷ്യന്റെ ഇനം. പിന്നെ അതിനെ ഹൈബ്രിഡ് ആക്കാണ്, സ്വർഗീയമായതിലേക്ക് കയറ്റുകയാണ്, തന്റെ ശ്വാസം അതിലേക്ക് ഊതുകയാണ്. എടുത്തൊന്ന് വായിച്ചു സിസ്റ്ററെ. സിസ്റ്റർ മ്യൂട്ടാ, സിസ്റ്ററെ സിസ്റ്റർ മ്യൂട്ടാ, സിസ്റ്റർ മ്യൂട്ടാ. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. വ്യക്തമായി കണ്ടില്ലേ? ഹൈബ്രിഡ് ആണ് മനുഷ്യൻ. നിലത്തെ പൊടി കൊണ്ട് മനുഷ്യൻ നിർമ്മിച്ചു, ഫിനിഷ്. മനുഷ്യൻ പൂർത്തിയായി. ഭൂമിയിലെ പാർട്ട് പൂർത്തിയായി, മനുഷ്യൻ നിർമ്മിച്ചു. എന്നിട്ട് അവരുദ്ദേശിച്ചത് സ്വർഗത്തിലെ ദൈവത്തിന് തങ്ങളെ ഭൂമി കൊണ്ടുവരാനല്ലേ, ഭൂമി വാഴാനല്ലേ. അപ്പൊ അതിന്റെ സിസ്റ്റം ചെയ്യേണ്ട അതിന്. അവന്റെ മൂക്കിൽ ഭൂമിയിൽ നിന്നുള്ളത് ഫിനിഷായി, ഇനി സ്വർഗത്തിൽ നിന്നുള്ളത് ദൈവം. അപ്പൊ ആ കാറ്റ്, ആ എയർ മുഴുവൻ എവിടെ നിന്ന് വന്നേ? നമ്മുടെ ഭാഷയിലെ എയർ മുഴുവൻ എവിടെ നിന്ന് വന്നേ? ദൈവത്തിൽ നിന്ന്. ആ ദൈവത്തിന്റെ പാർട്ടാണ്, അതിലൂടെയാണ് ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യരിലേക്ക് തന്നെ. അവൻ ജീവനുള്ള ദേഹിയായി. ഹൈബ്രിഡിനോ ഇത് ആദ്യം നമുക്കൊരു അറിവുണ്ടാണ്. ഞാനെന്ന് പറയുന്നത് ഹൈബ്രിഡിനാണ്. എനിക്ക് വർക്ക് ചെയ്യാൻ 2 ടൈപ്പ് ഫ്യൂവൽ ആവശ്യമാണ്. ഫ്യൂവൽ ഒന്ന് സ്വർഗത്തിന്റെ ഫ്യൂവൽ ആവശ്യമാണ്, ഭൂമിയുടെ ഫ്യൂവൽ ആവശ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു പൂച്ച, ഒരു കടുവ, ഒരു സിംഹം, ഇതൊക്കെ ജീവിക്കണമെങ്കിൽ ഭൂമിയിലെ ഫുഡ് കൊടുത്താണ്. അത് ഭൂമിയിൽ നിന്ന് ഉണ്ടാക്കിയത് മാത്രം. നമ്മൾ ജീവിക്കാനും നമ്മൾ മൃഗത്തെ പോലെ ഭൂമിയിലുള്ളത് മാത്രം ഉപയോഗിച്ച് ജീവിക്കണം. എന്നാൽ നമ്മൾ ജീവിക്കണമെങ്കിൽ അത് മാത്രം പോരാ. ഇതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കേണ്ടത്, ദൈവത്തിന്റെ വായിലെ ഓരോ വചനം കൊണ്ട് ജീവിക്കണമെന്ന് നീ എന്ന് അറിയാൻ വേണ്ടിയാണ് നിന്നെ ഞാൻ താഴ്ത്തുകയും വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള താഴ്ത്തലും വിഷമിപ്പിക്കലും ഒക്കെ ഒന്ന് കുറയത്തില്ലേ?
ഇതൊന്നും നമ്മളൊന്ന് പഠിക്കണ്ടേ മക്കളെ? ഇതാണ് ആവർത്തന 8-ാം അധ്യായത്തിൽ പറയുന്നത്. ദൈവം പറയാണ്, നീ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഡിട്രോണമി ചാപ്റ്റർ 8 ആവർത്തന 8 3-ാം വാക്യത്തിൽ പറയാണ്, ഞാൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം ഇതാണ്, നിന്നെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാ. എന്ത് പഠിപ്പിക്കാൻ? മനുഷ്യൻ ഹൈബ്രിഡ് യൂണിറ്റ് ആണെന്ന് പഠിപ്പിക്കാൻ. നിനക്ക് ഭൂമിയിലെ ഭക്ഷണം ഇതാ നായ, പൂച്ച, സിംഹം എന്നിവ കഴിക്കുന്നത് പോലെ ഭൂമിയിലെ ഭക്ഷണം മാത്രം പോരാ നീ ജീവിക്കണമെങ്കിൽ. അവർക്കത് മാത്രം മതി. കാരണം അവർക്ക് ഒരേ ആയുസേ ഉള്ളൂ. നിന്നെ ഞാൻ ഉണ്ടാക്കിയ നിത്യം ജീവിക്കാൻ വേണ്ടിയാ. അപ്പോ അതേപോലെ ഒരു ഫുഡ് മാത്രം കഴിച്ചപ്പോൾ ഒരു ഫ്യൂവൽ മാത്രം പോരാ, നിനക്ക് 2 ഫ്യൂവൽ വേണം. 2 ഫ്യൂവൽ. വായിച്ച 8-3, ആവർത്തനം 8-3. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന്, നിന്നെ പഠിപ്പിക്കേണ്ടതിന്. എന്താ പഠിപ്പിക്കണ്ടേ? മനുഷ്യൻ എന്ന് പറയുന്ന ഈ സ്പീഷ്യസ്, പൂച്ച, നായ, പുലി എന്നിവയെ പോലെ ഭൂമിയിലെ ഭക്ഷണം കൊണ്ട് മാത്രമല്ല ജീവിക്കേണ്ടതെന്നും ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടുമാണ് ജീവിക്കേണ്ടതെന്ന് നിന്നെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് നിന്നെ താഴ്ത്തുന്നത്. എന്നാലും എന്നെ അപമാനിച്ചല്ലോ. അതെ, നീ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വേണോ? എന്നാലും എന്നെ 8 വർഷമായിട്ട് 8-ാം ക്ലാസ്സിൽ ഇരുത്തിരിക്കുന്നത് എന്തിനാ? 8-ാം ക്ലാസ് ഒന്ന് പാസ്സായാൽ പോലെ, പിന്നെ അവിടെ ഇരുത്തൂ. ദൈവം പറയാണ്, ഇത് നിന്നെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ നിന്നെ താഴ്ത്തുന്നേ. അപ്പൊ ഇനി താഴ്ത്താതിരിക്കണേ എന്ത് വേണം? ഇനി 8-ാം ക്ലാസ്സിൽ ഇരിക്കാതിരിക്കണേ എന്ത് വേണം? 8-ാം ക്ലാസ് പാസ്സാണ്. അപ്പൊ ഇനിയും താഴ്ത്താതിരിക്കണേ എന്ത് വേണം? ഇനി നിന്നെ വിശപ്പിപ്പിക്കാതിരിക്കണേ എന്ത് വേണം? അതങ്ങ് പഠിച്ചാ പോരെ? അതങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഈ താഴ്ത്തലും വിശപ്പൊക്കെ ഉണ്ടാവുമോ? പിന്നെ പദ്ധതിയിലേക്ക് കയറിക്കൂടെ? ദൈവത്തിന്റെ ഇഷ്ട സ്വർഗത്തിന് പോലെ ഭൂമിയിലേക്ക് നിരത്തുന്ന പദ്ധതിയിലേക്ക് കയറിക്കൂടെ? അപ്പൊ ഈ ഹെവൻലി എഡ്യൂക്കേഷനിലേക്ക് നമ്മൾ വരാത്തതുകൊണ്ട് ഈ പ്രശ്നം. ഇത് തന്നെയല്ലേ യേശു ക്രിസ്തു പിശാചിനോട് പറഞ്ഞത്. ഇത് മനുഷ്യരെ ഒക്കെ പിശാച് 1 സൈഡ് ഫ്യൂവല് മാത്രമാക്കിയിട്ടിരിക്കുക. 1 സൈഡ് ഫ്യൂവല്, അതായത് ശരീരത്തിലെ ഫ്യൂവല്. അപ്പൊ പിശാച് യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എല്ലാ മനുഷ്യരെയും ഞാൻ 1 സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുക, നിന്നെയും ഞാൻ ഒതുക്കാൻ പോവുക. നിന്നെ കിട്ടിയ കൃപാവരമില്ലേ, ആ കൃപാവരം ഉപയോഗിച്ച് ഭൂമിയിലെ ഫുഡ് ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. നിനക്ക് ധാരാളം കൃപാവരമൊക്കെ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് ഭൂമിയിലെ ഫുഡ് ഉണ്ടാക്കി നിന്റെ വിശപ്പങ്ങ് മാറ്റിക്കോ. ഉടനെ യേശു തിരിച്ചു പറഞ്ഞ എന്നാന്നറിയാമോ? ഇതേ വാക്യം യേശു തിരിച്ചു പറഞ്ഞേ, മനുഷ്യനെന്ന് പറയുന്ന ഈ യൂണിറ്റ് പുട്ടിന് ചപ്പാത്തി കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നേ, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് യേശു ക്രിസ്തു പറഞ്ഞു കൊടുത്തു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം വായിച്ചോളൂ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന വചനം കൊണ്ട് സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ എന്റെ പ്രിയ സഹോദരൻ, നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്ക് ജീവിക്കണമെങ്കിൽ 2 ഫ്യൂവല് വേണം. എന്താണ്? 2 ഫ്യൂവല്. നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ജീവിക്കണം, ഈ 2 ഫ്യൂവല് കിട്ടണം. 2 ഫ്യൂവല് കിട്ടണം. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരാണെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ ദൈവവചനം പറഞ്ഞത് കാര്യം, ബൈബിൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ചിന്തകൾ കിട്ടുന്നു, അല്ലെ? ചിന്തകൾ കിട്ടുന്നു, നല്ല കാര്യം. നമുക്ക് ആ കാര്യം ഉറപ്പിക്കാൻ പറ്റും അതിലൂടെ. പക്ഷെ ബൈബിൾ പറഞ്ഞത് പുസ്തകത്തിൽ എഴുതിയ വചനം കൊണ്ട് ജീവിക്കുന്നതല്ല കേട്ടോ. അവിടെ എന്താ എഴുതിയേ? എന്താ പറഞ്ഞേ കർത്താവ്? ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു. വായിൽ നിന്ന് വരുന്ന വചനം, ഇതാണ് ലൈവ് വേർഡ്. മറ്റത് ലൈവ് അല്ല, റെക്കോർഡഡാ. ക്രിക്കറ്റ് മാച്ച് ലൈവ് ഉണ്ട്, റെക്കോർഡഡും ഉണ്ട്. ലൈവ് വേണം. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം. അതിന്റെ അർത്ഥം ദൈവം ജീവിക്കുന്ന നാട്ടിൽ നമ്മളും ജീവിക്കാൻ തുടങ്ങി. അതാണ് കർത്താവ് പറഞ്ഞത്, വീണ്ടും ജനിച്ചാലേ സ്വർഗരാജ്യത്ത് ജീവിക്കാൻ പറ്റും. പരീക്ഷനോട് പറഞ്ഞതാ, വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കാണാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളെ പ്രകാശം കൊണ്ട് ആക്കി മക്കളെ.
പക്ഷെ നമ്മൾ അവിടെ ആയെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. നമ്മുടെ ചിന്തയില് നമ്മൾ എന്ത് ഭൂമിയിലാണ്. അത് പുതിയ സൃഷ്ടിയെ കുറിച്ചുള്ള ക്ലാസ് പോലും ബൈബിൾ കോളേജിന്റെ സിലബസിലില്ല. പിന്നെ എങ്ങനെ മാസ്റ്റർമാർ അറിയണേ? പിന്നെ നമ്മളത് എങ്ങനെ പഠിക്കണേ? ഇതെങ്ങനെ പഠിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സഭയിൽ നിറഞ്ഞുകൂടിയ കള്ളപ്രവാചകന്മാർ പൊങ്ങി എഴുന്നേറ്റ് പറയും ദുരുപദേശം വന്നു പുറത്താക്കിയിട്ട്. പിന്നെ എങ്ങനെ ഞാനിത് അറിയാം? എന്റെ പ്രിയ സഹോദരങ്ങളെ, സത്യത്തിന് വേണ്ടി സാക്ഷി നിൽക്കുക. കാരണം ഇപ്പൊ തീരെ വിശ്വാസം. യേശു തനിക്ക് സത്യത്തിന് വേണ്ടി സാക്ഷി നിന്നു, പള്ളിക്കാരെ പിടിച്ച് പുറത്താക്കി പ്രസംഗവേദിയിൽ നിന്ന്. അതുകൊണ്ട് അവസാനിച്ചില്ല. പ്രസംഗവേദിയിൽ നിന്ന്, പള്ളിയിൽ നിന്ന് മാത്രമല്ല, ശരീരത്തിൽ നിന്നും പുറത്താക്കി. അവനെ ക്രൂശിച്ചോളം പറഞ്ഞു. ഇതൊക്കെ അനുഭവമാണ്. ഒന്നും സങ്കടപ്പെടണ്ട, അതിനെല്ലാം ഏൽപ്പിച്ചു കൊടുത്തേക്കുക. നിങ്ങൾ എന്ത് സ്വർഗസ്ഥ പിതാവിന് വേണ്ടി നമ്മൾ ദൈവത്തെ കുറിച്ചുള്ള മനോവറും നിമിത്തം നാം മനഃപൂർവ്വം കഷ്ടവും സങ്കടവും സഹിക്കുന്നെങ്കിൽ ദൈവത്തിന് പ്രസാദം. അതൊക്കെ വലിയ മർമ്മമാണ് മക്കളെ. വി ആർ ബൈയിങ് അവർ ബർത്ത് റൈറ്റ്സ്. സീക്രട്ട് അത് നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകില്ല. ബർത്ത് റൈറ്റ് എന്ന് പറയുന്ന സംഭവമൊക്കെ ഉണ്ട്. നമ്മൾ ചിന്തിച്ചത് ദൈവം പൊട്ടനാണെന്ന് ചിന്തിച്ചോ? നിന്റെ ഒരു കാരണത്തിൽ അടിക്കുന്നതിന് മറു കാരണം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞത് ദൈവോത്തരം പറഞ്ഞത് എന്താ ബുദ്ധിയില്ലെന്ന് വിചാരിച്ചോ? വലിയ മർമ്മമാണ്. ഹല്ലേലൂയ. ദൈവം അനുവദിക്കുന്ന ഭാവി നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ട തലം എന്ന് പറയുന്നത് നമ്മളെന്ന് പറഞ്ഞൊരു ഹൈബ്രിഡ് യൂണിറ്റ് ആണ്. കാരണം എന്തിനാണ് നമ്മൾ ഹൈബ്രിഡ് ആക്കിയത്? നമ്മുടെ ജോലി അതാണ്. എന്താ നമ്മുടെ ജോലി? ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നതാ ദൈവം എന്നെ ഏൽപ്പിച്ച ചർച്ചിലെ കുട്ടികളാണെങ്കിൽ ഞാൻ പറയും, ഞാൻ ഇപ്പൊ നിങ്ങളുടെ ചെവിക്ക് പിടിക്കുമോ? എന്താ നമ്മുടെ ജോലി? കർത്താവ് വിളിച്ച പ്രാർത്ഥന ഒന്ന് ഓർത്തേ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. മനസ്സിലാവുന്നുണ്ടോ? ആരിലൂടെ? എന്നിലൂടെ. അതിനുവേണ്ടി എനിക്ക് അന്നുള്ള ആഹാരം തരണമേ. എടുത്തം കിട്ടിയ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ചിന്തകൾ ഭൂമിയിലാക്കണം. അതായത് സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരണം. അതായി ദൈവം പറഞ്ഞേ, അവർ ഭൂമിയെ വാഴട്ടെ. ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടി. നമുക്ക് വേണ്ടി അവര് വാഴട്ടെ. അപ്പൊ ഈ ഒരു തലം പ്രിയ മക്കളെ നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞിട്ട് ആദ്യം പ്രസംഗിക്കാൻ പോകരുത്. ആദ്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ആ കൊണ്ടുവരുന്നതിനനുസരിച്ച് പ്രസംഗിക്കണം. എങ്കിലേ ഇതിന് വാല്യൂ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് വെറും ഈ പള്ളിയിൽ മണിയടിക്കാൻ ടാങ് ടാങ് എന്ന് പറഞ്ഞിരിക്കും. ഇതിലൂടെ സ്പിരിറ്റ് റിലീസ് ചെയ്യത്തില്ല. യേശുക്രിസ്തു പറഞ്ഞ എന്റെ വാക്കുകൾ ആത്മാവും ജീവനുമാണെന്ന് പറഞ്ഞത്. ഇതിൽ ഒരു ഭാഗത്ത് ഇത് ഇൻഫർമേഷൻ ആകുമ്പോൾ തന്നെ മറുഭാഗത്ത് ഇത് ജീവനാണ്. ഇത് തിരിച്ചറിയണം. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു ഗിരിപ്രഭാഷണം മുഴുവൻ കഴിഞ്ഞിട്ട് യേശുക്രിസ്തു പറയുന്നതെന്നറിയാമോ? ഈ വചനങ്ങളെ വായിച്ചു ചെയ്യുന്നവനൊക്കെ എന്നല്ല പറയണേ, ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും. അതിന്റെ അർത്ഥം, നീ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചാൽ വചനം കേൾക്കുന്ന നാട്ടിൽ നീ ജനിച്ചു. വചനം കേൾക്കുന്ന നാട്ടിൽ ജനിച്ചു. ഇതാ യേശു പറയുന്നത്, എന്റെ പിതാവിനോട് കേൾക്കുന്നത് മാത്രം ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ കേൾക്കുന്ന നാട്ടിൽ. അപ്പൊ അങ്ങനെ ജീവിക്കാൻ നമ്മൾ പരിശീലിക്കണം, പഠിക്കണം. പൗലോസിനെ പോലെയുള്ള അങ്ങനെയുള്ള ഗുരുക്കന്മാർ നമുക്കുണ്ടാകണം. അങ്ങനെയുള്ളവരെ ആട്ടി ഓടിക്കരുത് സഭയിൽ നിന്ന്. അങ്ങനെയുള്ളവരെ ആട്ടി ഓടിച്ചാലോ നമ്മൾ എന്നും കുരുടന്മാരായിട്ടിരിക്കും, എന്നും ഇരുട്ടത്തിരിക്കും. കാരണം ദൈവത്തിന്റെ വചനം പറഞ്ഞത്, ഒരു ശിഷ്യൻ മാക്സിമം വളർന്നാലേ ആരെ പോലെ വരും? ഗുരുവിനെ പോലെ വരും. അത്ര പോലെ, അതിന്റെ പുറത്തേക്ക് പോവില്ല. അപ്പോ ഇതേപോലെയുള്ള ഗുരുക്കന്മാരില്ലെങ്കിലോ നമ്മൾ എന്നും താഴെ കിടക്കും. പിന്നെ എന്താണ് വിഷയം? ഈ പഠിപ്പിക്കൽ വരുമ്പോൾ ഇന്നത്തെ മാർക്കറ്റിലുള്ള ഗുരുക്കന്മാര് അവർക്ക് പേടിയാ ഞങ്ങളുടെ മാർക്കറ്റ് പോകുമെന്ന്. അപ്പൊ ഉടനെ അവര് പറയും, ദേ അത് വരുന്നുണ്ട്, ദുരുപദേശമാട്ടോ, തട്ടിക്കോളാൻ പറയും. അങ്ങനെ ഈ ജനം എന്ത് അതൊക്കെ കേട്ടാലും അവർ ബെരോവയിലുള്ളവരെ പോലൊന്നുമല്ല. അവർക്ക് അവരുടെ പ്രസംഗകര് പറഞ്ഞതാണ് അവർക്ക് വേദവാക്യം. ബെരോവയിലുള്ളവർ അങ്ങനെയല്ല. അവർ കേട്ടത് അങ്ങനെ തന്നെയോന്ന് വിശുദ്ധ ബൈബിൾ തിരിഹിതം പരിശോധിച്ചു പോകുന്നു. ഞാനിതുകൊണ്ട് എല്ലാ ദൈവങ്ങളോടും ദൈവദാസന്മാരോടും ധൈര്യത്തോടെ പറയുന്നത്, ഞാൻ ഈ പറയുന്നത് ഏതെങ്കിലും ബൈബിളിൽ അങ്ങനെയല്ല എങ്കിൽ വിശുദ്ധ ബൈബിളിലൂടെ നിങ്ങൾക്ക് എന്നെ തിരുത്താം. എത്ര ദൈവദാസന്മാർക്ക് അത് പറയാൻ ധൈര്യമുണ്ട്? ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരാം.
ഹല്ലേലൂയ. എന്താ ധൈര്യമില്ലാത്ത? ഈ നാളിൽ നമ്മളുടെ ഉള്ളിൽ നമുക്ക് ബോൾഡ്നെസ് ഉണ്ട് ദൈവസന്നിധിയിലെങ്കിൽ നമ്മൾ ധൈര്യത്തോടെ കാര്യങ്ങൾ. നമുക്ക് ബോൾഡ്നെസ് ഇല്ല, നമ്മളെ പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബോൾഡ്നെസ് ഒക്കെ പോകും. നമ്മൾ മറഞ്ഞു നിൽക്കും. ഇവിടെ ഒന്നുകൊണ്ടും മറയേണ്ട ആവശ്യമില്ല. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമായി. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മറച്ചാലും മറച്ചില്ലെങ്കിലും അധികം താമസിയാതെ ക്രിസ്തുവിനെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അവിടെ നമ്മുടെ കൈകളും കാലുകളും ബലപ്പെട്ടിരിക്കുമോ എന്നറിയാം. അപ്പൊ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഹൈബ്രിഡ് സിസ്റ്റം നിങ്ങൾ ഇത് വെച്ചിട്ട് ദേവദാസന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ബൈബിള് നോക്കിയാൽ നിങ്ങൾക്ക് മൊത്തം ഈ ഹൈബ്രിഡ് സിസ്റ്റം കാണാൻ പറ്റും. മൊത്തം ഹൈബ്രിഡ് സിസ്റ്റം കാണാൻ പറ്റും. ഹല്ലേലൂയ. എല്ലാ മേഖലയിലും ഒരെണ്ണം ഞാൻ പറയാം, ബാക്കി നിങ്ങൾ കണ്ടുപിടിച്ചു കേട്ടോ. കാരണം എല്ലാം കൂടി റെഡിമെയ്ഡ് ആക്കി തന്നെ പിന്നെ ഇതിനൊന്നും വിലയില്ലല്ലോ. പിന്നെ ഇത് കിട്ടിയാലും ഇത് എനിക്ക് കിട്ടിയാലും വെളിപ്പാടെന്നും പറഞ്ഞല്ലേ നല്ലൊരു ഒന്നും പറയാൻ പോണേ. ഒന്ന് മറ്റേ ഹൈബ്രിഡ് സിസ്റ്റം, ഏശാവ് യാക്കോബ്, ഹൈബ്രിഡ് സിസ്റ്റം നിങ്ങൾ പഠിച്ചു. ഹല്ലേലൂയ. ആഴമേറിയ വെളിപ്പാടുകൾ അതിലൂടെ. ഇതുപോലത്തെ ധാരാളം സംഭവങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ. ധൂർത്തപുത്രന്റെ വീട്ടിൽ എത്ര മക്കളുണ്ടായിരുന്നു? ഹൈബ്രിഡാ. ഇന്നും സഭ അന്വേഷിച്ചു കൊടുക്കും ആരാണ് മൂത്ത മകൻ. ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. നിങ്ങൾ ധ്യാനിച്ച് നിങ്ങൾക്ക് പിടുത്തം കിട്ടും. എല്ലാം ഹൈബ്രിഡ് സിസ്റ്റമാണ്. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇനി നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത്, ഒന്നാമത് മനസ്സിലായല്ലോ, നമ്മൾ ഹൈബ്രിഡാണ്. ആത്മമണ്ഡലത്തിലും ഭൗതിക മണ്ഡലത്തിലും ഒരുമിച്ച് പ്രവർത്തിക്കും. ഇവിടെ മറ്റൊന്ന് സംഭവിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമുക്ക് അറിയത്തില്ല ഇങ്ങനെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ചിന്തകൾ ഭൂമിയിൽ കൊണ്ടുവരാനാണ് ദൈവം ഉണ്ടാക്കിയത് നമ്മളെന്ന് അറിയത്തില്ല. ഇനി അതിന്റെ സാമ്പിളായിട്ട് ദൈവപുത്രനായ ക്രിസ്തുവിനെ തന്നെ ഭൂമിയിലേക്ക് അയച്ച് നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് കാണിച്ചു തന്നു. പിതാവ് എന്നിലൂടെ പ്രവർത്തിക്കുന്നു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. അതിൻ്റെ അർത്ഥം പിതാവ് സ്വർഗം വിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നതല്ല, പിതാവ് സ്വർഗത്തിൽ തന്നെയാണ്. പകരം പിതാവിന്റെ ആത്മാവ് എന്നിലുണ്ട്. അങ്ങനെ ആ ആത്മാവിലൂടെ സ്വർഗത്തിലെ പിതാവ് തന്റെ ചിന്തകൾ എന്നെ അറിയിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. ഇതാണ് ത്രിയേക പ്രവർത്തനം എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ അങ്ങനെയൊന്നും പറയുന്നില്ല ത്രിയേക ദൈവം എന്ന് പറയുന്നത്. ത്രിയേക പ്രവർത്തനം ബൈബിൾ അതിന് പേരിട്ടിരിക്കുന്നത് ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ. അത് ക്രിസ്തുവിൽ നിന്നുണ്ടായി. ക്രിസ്തുവെ പോലെയാകാൻ വിളിച്ച നമ്മളിലും അതുണ്ടാകണം. അവിടെയാണ് നമ്മുടെ ജീവിത ജയം. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ദൈവാത്മാവാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. അതാണ് ത്രിയേക പ്രവർത്തനം. മനസ്സിലായോ? റോമ 8:14. ദൈവാത്മാവിന് എങ്ങനെ കാര്യങ്ങൾ കിട്ടുന്നു? ഈ വചനം പറയുന്നു, ദൈവത്തിലുള്ളത് ദൈവത്തിന്റെ ആത്മാവല്ലാതെ വേറെ ആരറിയും? അപ്പൊ എവിടെന്നാ കിട്ടിയത് ദൈവത്തിന്റെ ആത്മാവിന്? ദൈവത്തിൽ നിന്ന്. എന്നിട്ട് ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യും? അത് നമുക്ക് തരും. അപ്പൊ എത്ര പ്രവർത്തനമായി? ത്രിയേക പ്രവർത്തനമായില്ലേ? ദൈവം തന്റെ പുത്രന്മാരും തന്റെ ആത്മാവിനോട് പ്രവർത്തിക്കുന്നു. ത്രിയേക പ്രവർത്തനമായില്ലേ? ഇതുണ്ടായത് ക്രിസ്തുവിലാണെന്ന് ഈ പറഞ്ഞേ. ആ ക്രിസ്തുവിനെ പോലെ ആണ് നമ്മളെ വിളിച്ചത്. അങ്ങനെ നമ്മളും ഈ ദൈവത്തിന്റെ ആത്മാവ് നയിക്കപ്പെട്ടാൽ നമ്മളും ദൈവത്തിന്റെ പുത്രന്മാരായി. ഭൂമിയിൽ ജനിച്ചതോ മനുഷ്യന്റെ പുത്രന്മാരായി. എവിടുന്ന് പോകേണ്ടതോ ദൈവത്തിന്റെ പുത്രന്മാരായി. അപ്പൊ എന്ത് ചെയ്യണം ദൈവത്തിന്റെ പുത്രന്മാരാകാൻ? ആദ്യം യേശുവിനെ നമ്മുടെ രക്ഷകനും കർത്താവായി സ്വീകരിക്കണം. ഇതാണ് യോഹന്നാൻ 1:12 പറയുന്നത്. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യപുത്രന്മാർക്കും ദൈവപുത്രന്മാരാകാനുള്ള അധികാരം കൊടുത്തു. അധികാരമല്ലേ കിട്ടിയിട്ടുള്ളൂ? അപ്പൊ അധികാരം ഉപയോഗിക്കണ്ടേ? യേശുവിനോട് പഠിക്കണ്ടേ? എന്റെ മുഖമേറ്റ് എന്നോട് പഠിച്ചാ നീ പാസ്സാകും. ഇങ്ങനെയൊക്കെയല്ലേ പറഞ്ഞേ? നിന്റെ സോളിന് ആശ്വാസം കിട്ടും. അപ്പൊ ഇതൊന്നും പഠിക്കാതെ കുറെ സൈൻ തീറ്റയും കോസീറ്റയും കൊസിക്കും തീറ്റയും സിയും ഗോപാൾ പ്ലസും അനാറ്റമിയും ഒക്കെ പഠിച്ച് നമ്മൾ വലിയ വലിയ ആളുകളൊക്കെ ആയ അവസാനം മരണം വരുമ്പോൾ കിടക്കുന്നു താഴെ. അന്ന് പഠിക്കണമെന്നല്ല പറഞ്ഞേട്ടോ, പഠിച്ചതുകൊണ്ട് എറ്റേണലി നോ പ്രോഫിറ്റ്. ഇതാ യേശുക്രിസ്തു പറഞ്ഞ ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. യോഹന്നാൻ 6:63.
ഫ്ലാഷ് പ്രോഫിറ്റ് നത്തിങ്. തൽക്കാലത്തെ മെയിൻ്റനൻസ് മാത്രമേ നടക്കൂ. മെയിൻ്റനൻസ് മാത്രം. എത്ര മെയിൻറ്റെയിൻ ചെയ്താൽ ഈ ശരീരം മണ്ണ പോകും. മെയിൻ്റനൻസ് മാത്രമേ നടക്കൂ. അപ്പോ എന്റെ പ്രിയ സഹോദരികളെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമ്മുടെ പർപ്പസ് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുക. ട്വിൻ സിസ്റ്റം വർക്ക് ചെയ്യുക. നിങ്ങൾക്കറിയാമോ, ഒരു ട്രെയിനും ഒറ്റപ്പാലത്തിൽ പോകാറില്ല. ഒരു ട്രെയിൻ നന്നായി പോകണമെങ്കിൽ 2 ഭാഗം വേണം, അല്ലേ? ഒരു പക്ഷിയും ഒറ്റച്ചെറ കൊണ്ട് മുടക്കാറുണ്ടോ? എന്തു പറ്റും? താഴെ വീഴും. നമ്മൾ എന്തുകൊണ്ട് താഴെ വീഴുന്നേ? നമ്മൾ ഒരു ഫ്യൂവല് മാത്രം അടിച്ചേ പോണേ. പുട്ടിന് ചപ്പാത്തി, പൊറോട്ട, ഇഡ്ഡലി, ചട്നി, അല്ലേ? ഒരു ഫ്യൂവല് മാത്രം അടിച്ചാ പോണേ. ഒരു ഫ്യൂവല് മാത്രം അടിച്ച് പോയി 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 ദേ താഴെ കിടക്കണം. എന്നാൽ 2 ഫ്യൂവലും കഴിച്ച 2 ഫ്യൂവൽ അടിച്ച അറിയാമോ നിങ്ങൾക്ക്? യേശു കർത്താവ് 2 ഫ്യൂവലും ഉണ്ടായിരുന്നു. ഈ ഭൂമിയുള്ള ഭക്ഷണം കഴിച്ചു. പിതാവിന്റെ ആ ലൈവ് വേർഡ്, തന്റെ ദൈവത്തിന്റെ വായിൽ നിന്നുന്ന വചനം കൊണ്ട് ജീവിച്ചു. ഇതാ യേശു പറയുന്നത്. എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്റെ പിതാവ് എന്ത് പറഞ്ഞോ അത് ഞാൻ സ്വീകരിക്കുന്നു, അത് മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നു. ശ്രദ്ധിച്ച്, നമ്മളെ പോലെ ആള് താഴെ വീണ് അവസാനിച്ചോ? ഇല്ല. ജനവും പള്ളിക്കാരുടെ അവിടെ പിടിച്ച് ക്രൂശി കയറ്റി കൊന്ന് കുഴിച്ചു കൂടി. ഇനി ഒരിക്കലും പുറത്തു വരാതിരിക്കാൻ ഞങ്ങളുടെ സിസ്റ്റം ഉണ്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് വലിയ കല്ലൊക്കെ വെച്ച് അടച്ചു. ഗവൺമെന്റിന്റെ സീലും അടിച്ചു വെച്ചു. പക്ഷെ വല്ലതും നടന്ന? കാരണം രണ്ട് ഫുഡ് കൊണ്ട് പോകുന്ന ആളാ. ദൈവവും മരണഭാഷങ്ങളെ അഴിച്ച് എഴുന്നേൽപ്പിച്ചു. അപ്പൊ 2 ഫുഡ് കൊണ്ട് പോകാൻ പഠിക്കുക. പഴയ ഉടമ്പടിയിലുണ്ട്, പുതിയ ഉടമ്പടിയിൽ യേശുക്രിസ്തു പിശാചിനോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പിശാച് നമ്മളെ ഒറ്റ ഫുഡിൽ ഒതുക്കുക, 2 ഫുഡിൽ പോകാൻ പഠിക്കുക. അപ്പോ മറ്റ് സിസ്റ്റത്തിലേക്കൊന്നും പോകരുത്. വിശുദ്ധ ബൈബിളിലെ വചനം മാത്രം നിഷ്പക്ഷമായിട്ട് ഒരു ഗ്രൂപ്പിന്റെ ഉള്ളിൽ നിൽക്കരുത്. ഞാൻ ജനിച്ചു വളർന്ന കത്തോലിക്ക ഗ്രൂപ്പില്ല, ഞാൻ അവരെല്ലാം ബഹുമാനിക്കുന്നു. തുടർന്ന് എത്തിയത് കരിസ്മാറ്റിക് ഗ്രൂപ്പിലാണ്, ഞാൻ അവരെയൊക്കെ ബഹുമാനിക്കുന്നു. തുടർന്ന് എത്തിച്ചേർന്നത് സ്വതന്ത്ര ഗ്രൂപ്പിലാണ്, എക്യൂമെനിക്കൽ ഗ്രൂപ്പിലാണ്, എല്ലാം കൂടി ചേർന്നുള്ളത്. ഞാൻ അവരെയൊക്കെ ബഹുമാനിക്കുന്നു. പല സ്വതന്ത്ര സഭയിലും, പല പെന്തക്കോസ്ത് സഭകളിലും, ബ്രദർ സഭയിൽ ഇതെല്ലാം കയറി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ അവരെയൊക്കെ ബഹുമാനിക്കുന്നു. ആർക്കും ഞാൻ എതിരല്ല. പക്ഷെ അവരോടെല്ലാം വ്യക്തമായിട്ട് പറയുന്നു, വിശുദ്ധ ബൈബിളിലെ വചനം മാത്രമേ പറയൂ, ഒരു ഗ്രൂപ്പിസവും പറയത്തില്ല. മക്കളെ, സ്വർഗത്തിൽ ഇങ്ങനത്തെ ഗ്രൂപ്പുകളൊന്നുമില്ല. സ്വർഗരാജ്യത്ത് അവിടെ ജയം പ്രാപിക്കുന്ന ദൈവങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യേശുവെ അനുഗമിച്ച് യേശുവോട് പഠിച്ച് അവിടെ എത്തുക. അപ്പൊ നമ്മൾ ഇതിന്റെ അടുത്ത പാർട്ടിലേക്ക് പോവാണ്. നമ്മൾ പെട്ടെന്ന് ആ കൂടി ചേർത്തുണ്ട്. നമ്മൾ ഇവിടുത്തെ 3 ഇതിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയത്തുള്ളൂ കേട്ടോ. അടുത്ത പ്രദേശത്ത് ദൈവം അനുവദിക്കും, നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ദൈവരാജ്യത്തിലും നമ്മളുണ്ട്, പൈശാചിക രാജ്യത്തിലും നമ്മളുണ്ട്, മനുഷ്യരാജ്യത്തിലും നമ്മളുണ്ട്. അടുത്തത് മനസ്സിലാക്കുന്നത് അതാണ്. ദൈവരാജ്യത്തിലുണ്ട്, പൈശാചിക രാജ്യത്തിലുണ്ട്, മനുഷ്യരാജ്യത്തിലുണ്ട്. ഇനി മനുഷ്യരാജ്യത്തിലുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നമുക്കറിയാലോ. നിങ്ങളിപ്പോ എവിടെയാണ്? എവിടെ നിന്നാ കേൾക്കണേ? UAE ന്നോ? അത് മനുഷ്യരാജ്യമല്ലേ? ഇന്ത്യന്നോ? മനുഷ്യരാജ്യമല്ലേ? ഓസ്ട്രേലിയ എന്നോ? മനുഷ്യരാജ്യമല്ലേ? അപ്പൊ മനുഷ്യരാജ്യത്ത് നമ്മളുണ്ട്. ഇനി നിങ്ങൾ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിലുണ്ട്. എന്താണ് ഉറപ്പ്? ഡീറ്റെയിൽ ഒക്കെ അടുത്ത സന്ദേശം പഠിക്കാം. യേശുക്രിസ്തു പറഞ്ഞ കേട്ടിട്ടുണ്ടോ? നിക്കോദീമസിനോട്, പള്ളിപ്രമാണിയോട്, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ഗലീല കാണത്തില്ല, അല്ലെങ്കിൽ കേരളം കാണത്തില്ല, UP കാണത്തില്ല എന്നല്ല പറഞ്ഞേ. നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണത്തില്ല. അപ്പൊ വീണ്ടും ജനിച്ചവൻ എവിടെയാ ജനിക്കണേ? ദൈവരാജ്യത്തിൽ. അപ്പൊ നമ്മൾ ദൈവരാജ്യത്തിലുണ്ടോ? ഉണ്ട്, ദൈവരാജ്യത്തിലുണ്ട്. ഇനി അടുത്തത്, ദൈവരാജ്യത്തിൽ നമ്മളുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഭൂമിയിൽ നമ്മളുണ്ട്. ഇനി ശ്രദ്ധിക്കുക, നമ്മുടെ സോള് എങ്കിലും പൈശാചിക രാജ്യത്തിൽ. ഒന്നുകൂടി പറയാം, നമ്മുടെ ശരീരം മനുഷ്യരാജ്യത്തില, ഇന്ത്യയില, ചൈനയില, UAE റഷ്യയില, ഓസ്ട്രേലിയയില,
നിങ്ങളിപ്പോ എവിടെയാണോ അവിടെയാണ്. നിങ്ങൾ വീണ്ടും ജനിച്ചതാണോ? നിങ്ങളുടെ ആത്മാവ് ദൈവരാജ്യത്തിലാണ്. പക്ഷേ എൻ്റെ നിങ്ങളുടെ സോള് പൈശാചിക രാജ്യത്തിലാണ്. അവിടെ നിന്ന് നമുക്ക് ദൈവരാജ്യത്തിലേക്കും പോകാം, ജഡത്തിലേക്കും മാറാം. ഈ ഒരു ചിന്ത പഠിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. എങ്കിലും കർത്താവ് എന്നിലൂടെ റിലീസ് ചെയ്ത പുസ്തകങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, 4 പുസ്തകങ്ങളുണ്ട്. ഇതിലൊന്നാണിത്, ആത്മലോക ആത്മീയ വളർച്ച. ഇതിൽ ചിത്രങ്ങളിലൂടെ ഇത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇതിന്റെ 2ാം ഭാഗം ഫാദേഴ്സ് ബിസിനസ്, മനുഷ്യർ ഏറ്റവും വലിയ പ്രശ്നങ്ങളുടെ പരിഹാരം. 4 പുസ്തകം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു അസറ്റാണ് നിങ്ങൾക്കും ഭാവി തലമുറയ്ക്കും. ഓക്കെ. പ്രാർത്ഥനാലയത്തിൽ കോണ്ടാക്ട് ചെയ്യുക. തിരുവല്ലയിൽ ചില ബുക്ക് ഷോപ്പുകളൊക്കെ ഉണ്ടെന്ന് കേട്ടു. ചിലയിടത്തൊക്കെ ചിലത് കാണും. സത്യം പബ്ലിക്കേഷനിൽ അവിടെ ഉണ്ട് പാസ്റ്റർ പുസ്തകം കൂടിയിട്ടുള്ളത്. ചിലപ്പോൾ OME കാണും. ഓക്കെ. അപ്പൊ കുമരനെ അത് ഉണ്ടായി എന്ന് കേൾക്കാനായിട്ട് ഇടയായി. അപ്പോ ഇതൊന്നുമില്ലെങ്കിൽ എറണാകുളം പ്രാർത്ഥനാലയത്തിൽ കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് അതിന്റെ 4 ബുക്കും കിട്ടുവാനായിട്ട് ഇടയാകും. പിന്നെ ഞങ്ങളുടെ വെബ്സൈറ്റ് www.kingdommessages.com വെബ്സൈറ്റിൽ ഇതിന്റെ PDF കാണാൻ വഴിയുണ്ട്. PDF നിങ്ങൾക്ക് അതിലൂടെ വായിക്കാം. ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു, വായിക്കാൻ പറ്റും. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഹാർഡ് കോപ്പി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയ്ക്കും മറ്റുള്ള അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠമാണ്. ഓക്കെ. അപ്പോ ഒരു ദിവസം അതിൽ കമന്റ് എഴുതിയേക്കുന്നത് എങ്ങനെയാണ്? ബൈബിൾ കഴിഞ്ഞാൽ ഒരു വ്യക്തി ഏറ്റവും അധികം വായിക്കേണ്ടത് ഈ പുസ്തകമാണെന്ന്. ലോകത്തിലൊരു പുസ്തകത്തിന് അങ്ങനെ ഒരു ഫോർവേഡ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഓക്കെ. പല ശ്രേഷ്ഠമായ ദിവസം വരെ അതിൽ ഫോർവേഡ് എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു ചിന്ത എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ആഴ്ച മുഴുവൻ ചിന്തിക്കുക, നമ്മുടെ സ്പിരിറ്റ് ദൈവരാജ്യത്ത് വീണ്ടും ജനിച്ചവന്റെ, ശരീരം മനുഷ്യരാജ്യത്ത്, സോള് പൈശാചിക രാജ്യത്തിലാണ്. പക്ഷെ അപ്പൊ തന്നെ സ്വതന്ത്രമാണ്. അത് മനുഷ്യരാജ്യത്തിലേക്കും ദൈവരാജ്യത്തിലേക്കും എങ്ങനെ വേണമെങ്കിലും മാറാം. കാരണം നമ്മളെ ഓൾറെഡി യേശു സ്വതന്ത്രമാക്കി കഴിഞ്ഞു. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിട്ട് അതെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാൻ കഴിയും എന്ന് തിരിച്ചറിയാം. ഇനി നമ്മുടെ സോള് ജഡത്തോടു കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ വീണ്ടും ജനിച്ചാലും നമ്മൾ ആ ജഡത്തെ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ രക്ഷ പൂർത്തിയാകത്തില്ല. കാരണം ഈ രക്ഷ വെളിപ്പെടുന്ന അന്ത്യകാലത്താണ്. അതാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. നമ്മളൊക്കെ പലരും രക്ഷിക്കപ്പെട്ടു എന്നല്ലോ പറയണേ. രക്ഷിക്കപ്പെട്ട ശരിയാ, പക്ഷെ അത് പൂർണ്ണതയാണോ എന്നുള്ളത് അറിയുന്ന അന്ത്യകാലത്താണ്. അതാണ് ബൈബിൾ പറയുന്നത്, അന്ത്യകാലത്ത് വെളിപ്പാടുവാനുള്ള രക്ഷയ്ക്കായി. ഇപ്പൊ രക്ഷ എപ്പോഴേ വെളിപ്പെടൂ? അന്ത്യകാലത്താണ്. അന്ത്യകാലത്ത് വെളിപ്പെടും. നമുക്കത് വായിച്ച് നിർത്താം കേട്ടോ. അന്ത്യകാലത്ത് അത് വെളിപ്പെടും. അപ്പൊ തന്നെ ആ വെളിപ്പെടുമ്പോഴാണ് നമ്മൾ സോള് രക്ഷിക്കപ്പെട്ടോ ഇല്ലെന്ന് അറിയത്തുള്ളൂ. അപ്പൊ 2 വചനങ്ങൾ വായിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഇട്ട് തരികയാണ്. അടുത്ത സമയത്ത് നമുക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാം. അപ്പോ എപ്പോഴാണ് രക്ഷ വെളിപ്പെടുന്നത് എന്ന് നമുക്ക് ആദ്യം വായിക്കാം. എന്നിട്ട് ആ രക്ഷ വെളിപ്പെടുന്നത് സോളിന്റെയാണ്, ദേഹിയുടെയാണ്. 1 പത്രോസ് 1-ാം അധ്യായം 1 മുതൽ അതിന്റെ 5 വരെയുള്ള വാക്യങ്ങൾ. അത് എഴുതുന്നത് രക്ഷിക്കപ്പെട്ട ജനത്തിനാണ്, രക്ഷിക്കപ്പെട്ട ജനത്തോടാണ് ഈ പറയുന്നത് കേട്ടോ. അത്രയും ഒന്ന് വായിച്ചു. ഒന്നുകൂടെ പറഞ്ഞു മാസ്റ്റർ. 1 പത്രോസ് 1-ാം അധ്യായം 1 മുതൽ 5 വരെ. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കിയിലും ആസിയയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിന് വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ തളിക്കപ്പെടുവാനുമായി വൃദ്ധന്മാരുമായവർക്ക് എഴുതുന്നത്. നിങ്ങൾക്ക് കൃപയും മനസ്സിലായല്ലോ, രക്ഷിക്കപ്പെട്ടവർക്കാണ് ഇത് എഴുതുന്നത്. രക്ഷിക്കപ്പെട്ടവർക്കാ. താഴേക്ക്. നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി
അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. എപ്പോഴാ രക്ഷ വെളിപ്പെടുള്ളൂ? അന്ത്യകാലത്ത് വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. മനസ്സിലായി? അന്ത്യകാലത്തെ വെളിപ്പെടും. പലരും ഞങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, പ്രാർത്ഥിച്ചു, അതൊക്കെ പറയാൻ ചെല്ലുന്നവരുണ്ട്. എല്ലാം നല്ല കാര്യമാണ്. പക്ഷെ അന്ത്യകാലത്ത് യേശുവിനെ അയാസത്തിന് മുമ്പാകെ വന്നപ്പോ യേശു പറഞ്ഞു, ഗെറ്റ് ഔട്ട്, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. രക്ഷ വെളിപ്പെട്ടോ? രക്ഷിക്കപ്പെട്ടു എന്നും പറഞ്ഞില്ലേ ചെന്നേ? രക്ഷ വെളിപ്പെട്ടോ? ഇല്ല. അപകടം മനസ്സിലാക്കുന്നുണ്ടോ മക്കളെ? അല്ലാണ്ട് ഞാൻ അങ്ങ് തകഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരു തല ആയിട്ടാണ് വെറും ചതിക്കപ്പെട്ട് ഇരിക്കുക. ജയം പ്രാപിക്കാത്തവന് കിട്ടില്ല. ഇതാ ദൈവവചനം പറഞ്ഞത്, ജയിക്കുന്നവന് അവകാശമാക്കും. ഞാനൊരു ദൈവം എനിക്ക് മകനുമായിരിക്കും. ആരോ നിങ്ങളെ ചതിച്ചിരിക്കുക. മെഡിക്കൽ കോളേജിൽ കയറി, MBBS പഠിക്കാൻ കയറി, ഡോക്ടറാകുന്ന ഇല്ല. ജയിച്ചാലേ ഡോക്ടറാകൂ. മനസ്സിലാവുന്നുണ്ടോ? ഇതാ വെളിപ്പാട് 27 പറയുന്നത്, ജയിക്കുന്നതിന് അവകാശമാക്കിയിട്ട് ഞാനൊരു ദൈവം എനിക്ക് മകനുമായിരിക്കും. ഇത് നിങ്ങൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പോകുന്നില്ല. ഇത് നിങ്ങൾ ധ്യാനിക്കാൻ വേണ്ടി തന്നതാണ്. ഒരു വചനോടി വായിക്കാം. അന്ത്യകാലത്താണ് സോള് രക്ഷിക്കപ്പെടുള്ളൂ. സോള് പിശാചിൻ ലോകത്ത് കിടക്കാണ്. നമ്മുടെ ഡ്യൂട്ടി ആ ഭാഗത്തുണ്ട്. 1 പത്രോസ് 1-ാം അധ്യായം. ഇപ്പൊ ഈ വായിച്ചാൽ തന്നെ താഴേക്ക് അതിന്റെ 9-ാം വാക്യം. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ. അപ്പൊ എപ്പോഴാണ്? ഒന്ന് ആത്മരക്ഷ എന്നല്ല, ട്രാൻസ്ലേഷൻ തെറ്റാണ്. സോൾ രക്ഷയാണ്. സാൽവേഷൻ ഓഫ് യുവർ സോൾസ് എന്നാണ്, ദേഹിയാണ്. അതാ പറഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ. അപ്പൊ എപ്പോഴേ ഇത് ഈ ദേഹി രക്ഷ നടക്കുള്ളൂ? വിശ്വാസത്തിന്റെ അവസാനം. മനസ്സിലായോ? അന്ത്യകാലത്ത് വെളിപ്പെടാനുള്ള രക്ഷയാണ്. അപ്പൊ എന്റെ പ്രിയ മക്കളെ, നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ 3 ഭാഗങ്ങളുണ്ട് ഒരു മനുഷ്യന്. ഒന്ന് ആത്മാവ്, ഒന്ന് ദേഹി, ഒന്ന് ദേഹം. നമ്മുടെ ആത്മാവ് വീണ്ടും ജനിച്ചിട്ടുണ്ടെങ്കിൽ ദൈവരാജ്യത്തിലും, ദേഹി ലോകം, അതാണ് പൈശാചിക രാജ്യത്തിലും, നമ്മുടെ ശരീരം മനുഷ്യരാജ്യത്തിലും. അടുത്ത സന്ദേശത്തിൽ ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ഇതിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പക്ഷെ അടുത്ത ആഴ്ച ഈ ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതല്ല. എറണാകുളം പ്രാർത്ഥനാലയത്തിൽ മാർച്ച് മാസത്തെ റിട്രീറ്റ് 2-ാം തീയതി ആരംഭിക്കും. 2-ാം തീയതി മുതൽ 7 ദിവസം ഞായറാഴ്ച തിരുവത്താഴ് ശുശ്രൂഷയോട് കൂടെയാണ് ഇത് അവസാനിക്കുന്നത്. അപ്പോ അടുത്ത ആഴ്ച ഞാൻ നല്ല തിരക്കായിരിക്കുന്നതുകൊണ്ട് ഈ ശുശ്രൂഷ ഉണ്ടാകത്തില്ല. നിങ്ങൾ ഏവരെയും ആ ധ്യാന ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുകയാണ്. കടന്നു വന്നാട്ടെ. നന്നായിട്ട് ദൈവവചനമൊക്കെ ഒന്ന് പഠിച്ച്, അതായത് ദൈവത്തിന്റെ വചനം ഇങ്ങനെയാ പറയുന്നത്, കോടാലിക്ക് മൂർച്ചയില്ല എങ്കിൽ വെട്ടുന്നവന് അധികം ബലം പ്രയോഗിക്കേണ്ടി വരും. അപ്പൊ നന്നായിട്ടൊന്ന് മൂർച്ച വെക്കാനായിട്ട് ഒരു 7 ദിവസം ദൈവം എന്ന ആ പണിക്കാരന്റെ ഉടമസ്ഥന്റെ, ഇങ്ങനെ ബൈബിൾ ഭാഷ പറഞ്ഞ കൊല്ലന്റെ ആലയിലേക്ക് ഒന്ന് വന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് മൂർച്ചയൊക്കെ വെച്ച് കാച്ചി ഒന്ന് പുറത്തേക്ക് പോയാൽ പെട്ടെന്ന് 2-3 വെട്ടുവെട്ടുമ്പോൾ മരം വീഴും. അതുകൊണ്ട് നിങ്ങൾ ഏവരെയും ക്ഷണിക്കുക. ഇവിടെ നിങ്ങളെ ഒരു മരത്തെക്കുറിച്ച് പഠിപ്പിക്കത്തില്ല, ജാതിയെക്കുറിച്ച്, ഡിനോമിനേഷനെ കുറിച്ച് പഠിപ്പിക്കത്തില്ല. വിശുദ്ധ ബൈബിളിന്റെ വചനം മാത്രം പറയും. എന്നിട്ട് നിങ്ങളെ ആരെയും കെട്ടിവെക്കത്തില്ല. നിങ്ങൾ ആയി വന്ന സ്ഥലത്തേക്ക് തിരിച്ചുവിടും. എന്തിനാണെന്നറിയാമോ? അവിടെ ലോകത്തിന്റെ പ്രകാശമായി ജീവിക്കാൻ. ഹല്ലേലൂയ. ജനത്തെ, മനുഷ്യരെ പിടിച്ച് നരകക്കുഴിയിൽ നിന്ന് സ്വർഗരാജ്യത്തിലേക്ക് എത്തിക്കാനായിട്ട്. അതുകൊണ്ട് നിങ്ങൾ കടന്നു വരിക. നിങ്ങളിലൂടെ അനേകരെയും കടത്തിക്കൊണ്ടുവരിക. സത്യസന്ധമായിട്ട് വചനങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക. ഏതെങ്കിലും മേഖലയിൽ ഞാൻ വിശുദ്ധ ബൈബിളിലെ വചനപ്രകാരമല്ല പറയുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താനുള്ള അവസരവും കൂടിയാണ് അത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കടന്നു. ഇത്രത്തോളം ബോൾഡായിട്ട് പറയുന്ന ഒരു ദേവദാസ് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് മറഞ്ഞും ഒളിഞ്ഞു നിന്ന് ആക്രമിക്കുന്നത്? കാരണം സത്യം എവിടെയുണ്ടോ അവർക്ക് നേരെ നിൽക്കാൻ പറ്റും. സത്യം ഒരിക്കലും മരിക്കത്തില്ല. സത്യത്തിന് ക്രിസ്തുവെ പോലെ നമുക്ക് സാക്ഷി നിൽക്കാം. ക്രിസ്തുവെ അനുഗമിച്ച് ക്രിസ്തുവിന്റെ തലയോളം വളർന്ന് സ്വർഗീയ പിതാവിന്റെ ഭവനത്തിൽ സ്വർഗീയ പിതാവിന്റെ അവകാശികളും മക്കളും ക്രിസ്തുവിന്റെ സഹോദരന്മാരും കൂട്ടവകാശികളും ആയി തീരുവാൻ വിശുദ്ധ ബൈബിളിൽ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരേ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ അതൊന്നും കണ്ടില്ല, കേട്ടില്ല എന്ന് പറഞ്ഞിരിക്കുകയല്ല വേണ്ടത്. പകരം ആ ക്രിസ്തു പറഞ്ഞത് അനുസരിച്ച് ക്രിസ്തുവെ അനുഗമിച്ച് നമുക്ക് ക്രിസ്തുവിന്റെ തലയോളം വളർന്ന് സ്വർഗീയ പിതാവിന്റെ മാറിൽ ക്രിസ്തുവിൽ അണയാം. അതിനായി ദൈവം ക്ഷണിക്കുകയാണ്. നമുക്ക് നമ്മുടെ കണ്ണിലടയ്ക്കാം, പ്രാർത്ഥിക്കാം.
Thank you. You are hybrid. Lord, I love you. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ഒരു ഉൽപ്പന്നമാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമുക്ക് 2 ഫ്യൂവൽ ആവശ്യം. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഇത് നമുക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുമ്പോൾ പിശാച് നമ്മളെ ഒരു ഫ്യൂവലിൽ മാത്രം ഒതുക്കാൻ, ഭൂമിയിലെ അപ്പത്തിൽ മാത്രം ഒതുക്കാൻ ആഗ്രഹിച്ച് നമുക്ക് ലഭിക്കുന്ന എല്ലാം ഇവൻ കൃപാവരങ്ങളാകട്ടെ, അതുകൊണ്ട് ഭൂമിയിലെ അപ്പം ഉണ്ടാക്കുവാൻ പിശാച് യേശുവിന് പ്രേരണ കൊടുത്തതുപോലെ നമുക്ക് പ്രേരണ തന്നു. നമുക്കത് തിരിച്ചറിയാൻ കഴിയാതെ നമ്മതിൽ വീണു. ഒറ്റ ചിറകുള്ള പക്ഷിക്ക് പറക്കാൻ കഴിയാതെ താഴെ വീഴുന്നത് പോലെ, ഒറ്റ ചിറകിൽ ഒരു പ്ലെയിൻ പറക്കാൻ കഴിയാത്തതുപോലെ ഇതാ നമ്മൾ ഓരോരുത്തരും മരിച്ചു താഴെ വീഴുന്നു. എന്നാൽ 2 ചിറകുമായി ഈ ഭൂമിയിൽ ജീവിച്ച ക്രിസ്തു മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റു. ആ ക്രിസ്തുവെ പോലെ ആയിത്തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിക്കുമ്പോൾ, തന്റെ പുത്രനായ ക്രിസ്തു അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപകാൻ നമ്മളെ വിളിച്ചപ്പോ അതിലേക്ക് ചേരുവാൻ, ക്രിസ്തുവോട് പഠിക്കുവാൻ, ക്രിസ്തുവെ അനുഗമിപ്പാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. കേട്ട വചനം വീണ്ടും വീണ്ടും കേൾക്കുക. ബലമുടക്കി ഇത് കേൾക്കുന്നവർക്കായി സ്തോത്രം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ വചനത്തിന്റെ പരിധിയിൽ അങ്ങ് കൊണ്ടുവന്ന ദൈവ മക്കൾക്കായി സ്തോത്രം. വരം ലഭിച്ചവർക്ക് മാത്രം കൊടുക്കുന്ന ഈ മന്ന ഈ മക്കൾക്ക് കൊടുക്കുവാൻ അങ്ങ് ഹിതമായതിൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്വർഗത്തെ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ അങ്ങയുടെ ശബ്ദമായി, അങ്ങയുടെ ചിന്തയായി എന്നെ ഭൂമിയിൽ ഉപയോഗിച്ചതിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇതിനെന്ത് യോഗ്യത അപ്പാ, എന്ത് യോഗ്യത എനിക്കുള്ള. നന്ദി അപ്പാ, നന്ദി. ഇതിനായി ഗോസ്ബൽ TV അങ്ങ് ഉപയോഗിച്ചതിനായി നന്ദി. ഇതിലൂടെ ഈ ശബ്ദം തുടർന്ന് ഏതെല്ലാം മേഖലയിൽ എത്തിച്ചേർന്നോ അവരും അങ്ങനെ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നതിനായി നന്ദി. അങ്ങയുടെ ചിന്തകൾ ആ സിറ്റി തിരിച്ചറിയാൻ, അതിൽ ജീവിപ്പാൻ അങ്ങയുടെ മക്കളെ സഹായിക്കണം. ഇവരേവരെയും അനുഗ്രഹിക്കും. അങ്ങയുടെ സാന്നിധ്യവും ജീവന ശക്തിയും ഒക്കെ ഇവരെ നിറഞ്ഞു കവിയുമാറാകട്ടെ. ഇവരുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളുടെ പേരും അങ്ങ് കൂട്ടായിരിക്കണമേ. ആത്മീയമായതും മാനസികമായതും ശാരീരികമായതും എല്ലാ മേഖലയിലും അങ്ങയുടെ കരം മക്കളോട് കൂട്ടായിരുന്നു. അങ്ങയുടെ മക്കളെ അങ്ങയുടെ തുറമുഖമായ അജയത്തിന്റെ തുറമുഖത്തിൽ സ്വർഗരാജ്യത്തിൽ ദേഹി അവകാശമാക്കുവാൻ അങ്ങ് സഹായിച്ച നിങ്ങൾ അത്ഭുതകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യവും തേജസ്സും മക്കളോട് കൂട്ടായിരിക്കായി സ്തോത്രം ചെയ്യുന്നു. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയമക്കളെ, രോഗത്തിന്റെ പ്രധാന കാരണം നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളാണ്. പാപം നിറഞ്ഞ വാക്കുകളാണ്, തിന്മ നിറഞ്ഞ വാക്കുകളാണ്, പ്രവൃത്തികളാണ്. അങ്ങനെ എന്തെങ്കിലും സഹോദരനെയോ സഹോദരിയെയോ വീട്ടിലുള്ള ആരെങ്കിലെയോ ജോലി സ്ഥലത്ത് എവിടെയെങ്കിലും നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിച്ച് അർഹമായ പരിഹാരം ചെയ്ത് വിമുക്തമാകാൻ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം നമ്മുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുന്നു, രോഗങ്ങളെ സൗഖ്യമാകുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ അങ്ങനെ ഏൽപ്പിക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ രോഗങ്ങൾ സൗഖ്യമാകാൻ കൽപ്പിക്കുകയാണ്. വേദനകൾ മാറിപ്പോകട്ടെ. ഇവരുടെ കുടുംബങ്ങളിൽ സമാധാനം കൽപ്പിക്കുന്നു. ഇവരുടെ കൈകളിൽ ദൈവിക സമ്പത്ത് കടന്നു വരുവാനായിട്ട് ഇടയാകട്ടെ. എല്ലാ കടഭാരങ്ങളും മാറട്ടെ. ഈ മക്കൾ ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു സ്വതന്ത്രരായി സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുപോരാൻ തക്കവണ്ണം ഒരുക്കപ്പെടുന്നവരായി മാറട്ടെ. അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ചാനൽ അനുഗ്രഹിക്കുന്നു. എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിച്ചാൽ ഇവരുടെ സകല ആവശ്യങ്ങളുടെ കൂട്ടായിരിക്കും. സർവ്വമഹത്വം പിതാവേ ഞങ്ങൾ അംഗീകരിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിച്ചിരിക്കുന്നു, സഹായിച്ചിരിക്കുന്നു. പ്രത്യേകം ഈ ചാനലിലൂടെ ഈ സന്ദേശം ലോകത്തെല്ലാവരും എത്തിക്കുന്ന ഈ വാത്സല്യ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. സർവ്വമഹത്വവും ദൈവത്തിന് കൊടുക്കുകയാണ്. ഓർക്കുക, റിട്രീറ്റ് അടുത്ത 2-ാം തീയതിയാണ് കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് ഇതാ ദൈവസന്നിധിയിൽ ആനന്ദിക്കാം. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദി ലോർഡ്. Okay, thank you, Pastor.
എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത്രത്തോളം സമയം ഈ ഗോസ്പൽ ടിവി യുപിയോടൊപ്പം ആയിരുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ കർത്താവിന്റെ ദാസൻ ഷാജി പാസ്റ്റർക്കുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം തന്റെ ദാസനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനേകർക്ക് യഥാർത്ഥ വചനം ഗ്രഹിപ്പിക്കുവാൻ, അനേകരെ വെളിച്ചത്തിലേക്ക് നടത്തുവാനൊക്കെ ദൈവം തന്റെ ദാസനെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ മിഷനറി പ്രവർത്തനങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നല്ല, ഈ അടുത്തതിന്റെ പിന്നത്തെ ആഴ്ച അല്ലേ? അപ്പൊ ഇന്നത്തെ ബാക്കി നമുക്ക് എന്റെ പിന്നത്തെ ആഴ്ച കേൾക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും